ദ സൈലന്റ് പേഷ്യന്റ്. ഓതർ അലക്സ് മൈക്കലാഡിസ് എഴുതിയ ദ സൈലന്റ് പേഷ്യന്റ് എന്ന് പറയുന്ന ബുക്കിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം. അപ്പൊ ഞാൻ ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് കടക്കാം. ഇതിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് അലീസിയ ബെറൻസൺ. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ബുക്കാണ്, ഒരു മർഡർ മിസ്റ്ററി. ഇതിലൊരു കൊലപാതകം നടക്കുന്നു. നോർമലി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ബുക്സിലെ പോലെ ആരാണ് കൊല്ലുന്നതെന്നോ എങ്ങനെയാണ് കൊല്ലുന്നതെന്നോ അതിനെക്കുറിച്ചൊന്നും ഒരു സസ്പെൻസും വെക്കാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. ഇതിലെ ഫസ്റ്റ് ലൈൻ എന്താന്ന് വെച്ചാൽ, അലീസിയ ബെറൻസൺ അവളുടെ ഹസ്ബൻഡ് ഗബ്രിയേലിനെ കൊല്ലുമ്പോൾ അവൾക്ക് 33 വയസ്സായിരുന്നു. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടത് ഗബ്രിയേലാണ്, അത് ചെയ്തത് ഗബ്രിയേലിന്റെ വൈഫ് അലീസിയ തന്നെയാണ്. ഗബ്രിയേലിനെ ഫേസിൽ ഷൂട്ട് ചെയ്താണ് അലീസിയ കൊന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നെ ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ മിസ്റ്ററി എന്താന്ന് വെച്ചാല്, ആ ഒരു കൊലപാതകത്തിന് ശേഷം അലീസിയ പിന്നീടൊന്നും സംസാരിച്ചിട്ടില്ല. അതായത് പിന്നീട് അവൾ കംപ്ലീറ്റ്ലി സൈലന്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അലീസിയാണ് ചെയ്തതെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും കിട്ടി. അവൾ ട്രയലിന് കൊണ്ടുപോകുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ഒരു വട്ടം പോലും അലീസിയ അത് ചെയ്തിട്ടില്ലെന്നോ ചെയ്തുവെന്നോ ഒന്നും തന്നെ അവൾ സംസാരിച്ചിട്ടില്ല. അതായത് അലീസിയ കംപ്ലീറ്റ്ലി സൈലന്റ് ആയി. അതുകൊണ്ടാണ് ഈ ഒരു ബുക്കിന് ദ സൈലന്റ് പേഷ്യന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റ് എന്ന് വരാൻ റീസൺ ആക്ച്വലി അവളുടെ ആ ഒരു ട്രയലിന്റെ ടൈമിൽ അവൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുകയും അപ്പൊ അവളെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു അറസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനുശേഷം അവളെ ഒരു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രീറ്റ്മെന്റിൽ കൊണ്ടുപോകുന്നു. അപ്പൊ അവൾ അവിടുത്തെ ഒരു പേഷ്യന്റ് ആണ്. അതാണ് ഈ ഒരു സൈലന്റ് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് തിയോ ഫേബർ എന്ന പേരുള്ള ഒരു ഫോറൻസിക് സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അലീസിയയുടെ സൈലൻസിന് പിന്നിലുള്ള കഥ അറിയാൻ വേണ്ടിയിട്ടും എന്താണ് അന്ന് നടന്നതെന്നും അലീസിയയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിയോ ഫേബറിന്റെ ഒരു അന്വേഷണം പോലെയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. നോർമലി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ബുക്സിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിരിക്കും ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഇതിൽ അലീസിയ ഓൾറെഡി ആ ഒരു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെ എത്തുന്ന ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ് തിയോ ഫേബർ. അങ്ങനെ തിയോ ഫേബർ അലീസിയയിൽ നിന്നും അലീസിയെ കൊണ്ട് സംസാരിപ്പിച്ച് അലീസിയയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പൊ ഞാൻ ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നത്, അലീസിയ ബെറൻസൺ വാസ് 33 years old when she killed her husband ഗബ്രിയേൽ. ഗബ്രിയേലിനെ കൊല്ലുന്ന ടൈമിൽ അലീസിയയ്ക്ക് 33 വയസ്സായിരുന്നു. ഇനി അലീസിയയുടെയും ഗബ്രിയേലിന്റെയും ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഗബ്രിയേൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. അലീസിയ ഒരു പെയിന്റർ ആണ്. ഗബ്രിയേലിനെ അലീസിയ കൊല്ലുന്ന ടൈമിൽ ഗബ്രിയേലിന് 44 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരു 6 വർഷം മുൻപാണ് നടക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസത്തെ സ്റ്റോറിയാണ് ഈ പറയുന്നത്. അന്നത്തെ ദിവസം ഓഗസ്റ്റ് 25 തീയതിയാണ്. ഗബ്രിയേൽ രാവിലെ തന്നെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്നു. 5:15 ഗബ്രിയേലിനെ വിളിക്കാനുള്ള കാർ വരുന്നു. ഗബ്രിയേൽ അതിൽ ഷൂട്ടിന് പോന്നു. അന്നത്തെ ദിവസം ഗബ്രിയേലിന് വോഗ് മാഗസിന് വേണ്ടിയിട്ടുള്ള മോഡൽസിന്റെ ഫോട്ടോഷൂട്ടായിരുന്നു. അതിനുശേഷം അലീസിയ അന്ന് വീട്ടിൽ തന്നെയാണുള്ളത്. അലീസിയയുടെ ഗാർഡൻ അടുത്തുള്ള ഒരു സമ്മർ ഹൗസ്, അത് പിന്നീട് ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് അവളുടെ ഒരു അപ്കമിംഗ് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ഒരു പെയിന്റിങ്ങിന്റെ വർക്കിലായിരുന്നു അലീസിയ. ഗബ്രിയേൽ അന്നത്തെ ഷൂട്ടിന് ശേഷം ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത്. 11 മണിക്ക് ഗബ്രിയേൽ വീട്ടിലേക്ക് വരുന്നത് അവരുടെ നൈബർ ആയിട്ടുള്ള ബാർബി ഹെൽമാൻ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ നിന്നും ഗൺ ഷോട്ട്സിന്റെ സൗണ്ട് കേൾക്കുകയും അവർ പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റിനകം പോലീസുകാരെത്തുകയും പിന്നീട് അവിടെ ആ ഒരു ക്രൈം സീനിൽ അവർ കണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. അലീസിയയുടെയും ഗബ്രിയേലിന്റെയും വീട് ലണ്ടനിലുള്ള ഹാംസ്റ്റഡിലാണ്. അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന ടൈമിൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആണ്. ആ വീട് കംപ്ലീറ്റ്ലി ഇരുട്ടായിരുന്നു. അവിടെ ലൈറ്റും ഇലക്ട്രിസിറ്റിയും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവര് പോലീസ് ഓഫീസേഴ്സ് ടോർച്ച് അടിച്ചിട്ടാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ ഒരു ടൈമിൽ അലീസിയ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അലീസിയ കംപ്ലീറ്റ് ഒരു വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീസിയ ഇരുട്ടത്തിൽ കാണാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതിനുശേഷം അവർ ഗബ്രിയേലിനെ നോക്കുന്നുണ്ട്. ഗബ്രിയേൽ അവിടെ ഒരു സോഫയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗബ്രിയേലിന് കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ലെങ്കിലും അവർ ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഗബ്രിയേലിനെ ഫുള്ള് വയേഴ്സ് വെച്ചിട്ട് ആ ഒരു കസേരയിൽ കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗബ്രിയേലിന്റെ ഫേസിൽ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഫേസ് കാണാനേ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി ഇൻജേർഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഗബ്രിയേൽ അവിടെ മരിച്ചിരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. അതിനുശേഷം അവർ ലൈറ്റ് അടിച്ചു നോക്കുന്ന ടൈമിൽ അലീസിയ നിൽക്കുന്നതിന് താഴെയായിട്ട് ഒരു ഗണ്ണും കാണുന്നുണ്ട്, ഒരു നൈഫും കാണുന്നുണ്ട്. ആ ഒരു ഗണ്ണ് വെച്ചിട്ടാണ് ഗബ്രിയേലിനെ ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു നൈഫിലും കംപ്ലീറ്റ് ബ്ലഡ് കാണുന്നുണ്ട്. അതിനുശേഷം നോക്കുന്ന ടൈമിൽ
അലീസയുടെ കയ്യിൽ അലീസയെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ അലീസയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അലീസ അതിനെ എതിർക്കുന്നുണ്ട്. അവൾക്ക് അവിടുന്ന് പോകണം എന്നില്ല, അവൾ അവര് മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. പക്ഷെ 3-4 ഓഫീസേഴ്സ് ചേർന്നിട്ടാണ് അലീസയെ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്നതും അലീസ അങ്ങനെ സർവൈവ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പിന്നീട് അലീസയെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അലീസയുടെ ഭാഗത്തു നിന്നും ഒരു ആൻസറും അവരുടെ ഒരു ചോദ്യങ്ങൾക്കും ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അതിനുശേഷം അലീസയുടെ പേരിൽ ഗബ്രിയലിന്റെ ആ ഒരു മർഡറിന്റെ കേസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും അലീസ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവളത് ഡിനൈ ചെയ്യായിട്ട് അല്ലെങ്കിൽ അവളത് കൺഫസ് ചെയ്യായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം അലീസയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അലീസ ഒന്നും സംസാരിക്കുന്നില്ല. അലീസയെ ട്രയലിന് കൊണ്ടുപോകുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം കുറച്ച് ദിവസം അവൾ ഹൗസ് അറസ്റ്റിലായിരുന്നു. അപ്പൊ അവളുടെ കൂടെ കോർട്ട് അപ്പോയിന്റ് ചെയ്ത ഒരു സൈക്കാട്രിക് നഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഗബ്രിയലിന്റെ മർഡർ കഴിഞ്ഞ് വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ അവള് പുതിയൊരു പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ പബ്ലിക്കിന്റെ ഇടയിൽ അലീസയെ തന്നെയാണ് അത് ചെയ്തതെന്നും അലീസ ഒരു ഭയങ്കര ഒരു ക്രിമിനലാണ്, അവളുടെ ഒരു ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അവൾ വീണ്ടും പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പൊതുവെ എല്ലാവരുടെ ഇടയിൽ സംസാരമായി. യൂഷ്വലി അലീസ ഒരു പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ആഴ്ചകളോളം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം എടുക്കും. പക്ഷെ ഈ ഒരു പെയിന്റിംഗ് അവൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഒരു പെയിന്റിംഗിൽ അവൾ വരച്ചിരുന്നത് അവളുടെ സെൽഫ് പോർട്രേറ്റ് ആണ്. അവളുടെ തന്നെ പിക്ചറാണ് അതിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പെയിന്റിങ്ങിന് അവൾ കൊടുത്തിരിക്കുന്ന പേര് ആൽസെസ്റ്റസ് എന്നാണ്. ഈ ആൽസെസ്റ്റസ് എന്ന് വെച്ചാല് ഗ്രീക്ക് മിത്തിലുള്ള ഒരു ലവ് സ്റ്റോറിയിലെ ഒരു ഹീറോയിന്റെ പേരാണ്. ആ ഒരു സ്റ്റോറിയിൽ ആൽസെസ്റ്റസ് അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ അപ്പൊ ഈ ഒരു പെയിന്റിങ്ങിന് ആൽസെസ്റ്റസ് എന്ന് പേരിട്ടെങ്കിലും അലീസയുടെ ലൈഫുമായിട്ട് ഈ ഒരു സ്റ്റോറിക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയുന്നില്ലായിരുന്നു. കാരണം അവളുടെ ലൈഫിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അവള് ഗബ്രിയലിന്റെ ലൈഫാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. പക്ഷെ ആൽസെസ്റ്റസ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ആൽസെസ്റ്റസ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അവളുടെ ലൈഫ്, അവളുടെ ജീവൻ കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അലീസിയ ഈ ഒരു പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അലീസിയയുടെ ഗാലറിസ്റ്റായ, അതായത് അവളുടെ പെയിന്റിങ്സ് ഒക്കെ എക്സിബിഷൻ വെക്കുന്ന ജീൻ ഫെലിക്സ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവളുടെ ഫ്രണ്ട് തന്നെയാണ്. അയാള് ആൽസെസ്റ്റസ് എടുത്തിട്ട് അയാൾ എക്സിബിഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അലീസിയ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു കേസ് കാരണം. അതുകൊണ്ട് തന്നെ അവൾ വരച്ച പിക്ചർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ ഒരു എക്സിബിഷന് പിക്ചർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നറേറ്റർ തിയോ ഫേബർ വരുന്നത്. തിയോ ഫേബർ അവിടെ വരുന്ന ടൈമിൽ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആ ഒരു പിക്ചർ കണ്ടിട്ട് അവിടെ വരുന്നവരെല്ലാം അലീസിയ ഇങ്ങനെ പറയുന്നുണ്ട്, അവളൊരു ഭയങ്കര ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ആണ്, സ്വന്തം ഹസ്ബൻഡിനെ കൊന്നു, എന്നിട്ട് അവൾ പിക്ചർ വരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരുപാട് അവളെ മോശമായിട്ട് സംസാരിക്കുന്നത് തിയോ ഫേബർ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന ടൈമിൽ തിയോ ഫേബറിന് അലീസയുടെ അലീസയുടെ പിന്നിൽ എന്തെങ്കിലും സത്യം കാണും, എന്തുകൊണ്ട് അവൾ ചെയ്തു, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ളത് തിയോ ഫേബർ ചിന്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് കഥകൾ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അലീസ തന്നെയാണ് അത് ചെയ്തതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അലീസ എന്തിനു ചെയ്തു എന്നുള്ളതാണ് ഇവിടെ അറിയാത്തത്. അപ്പൊ അതിൽ തന്നെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ മേ ബി ഗബ്രിയേൽ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അഫെയർ ഉണ്ടാവാം, അവളെ ചീറ്റ് ചെയ്ത് കാണും. പക്ഷെ ട്രയലിൽ ഗബ്രിയേൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെന്നാണ് ഗബ്രിയേലിന്റെ ബ്രദർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അലീസ അയാളുടെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് അയാളെ കൊന്നതാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ചേർന്നിട്ട് അലീസയെ കൊന്നിട്ടുണ്ടാവാം. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പല പല കഥകൾ ആ ഒരു ടൈമിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അലീസയുടെ ട്രയൽ നടക്കുന്ന ടൈമിൽ അലീസയ്ക്ക് ഒരു ലോങ് ഹിസ്റ്ററി ഓഫ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സൈക്യാട്രിക് യൂണിറ്റിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡിയോമെഡിസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ പറയുന്നുണ്ട്, അവൾക്ക് ആ ഒരു മെന്റൽ ഇൽനെസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ശിക്ഷ വേണം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനെന്ന് കോർട്ടിലെ ജഡ്ജിനോട് ഡിയോമെഡിസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജഡ്ജ് ലാസ്റ്റ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അലീസയെ ഒരു സൈക്യാട്രിക് യൂണിറ്റിലേക്ക് മാറ്റാം. അതിന്റെ ഡയറക്ടർ ഈ പ്രൊഫസർ ഡയോമെഡിസ് തന്നെയാണ്. ആ ഒരു സൈക്യാട്രിക് യൂണിറ്റിന്റെ പേരാണ് ഗ്രോവ്. തിയോ ഫേബറിന്റെ കാര്യമാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. തിയോ ഫേബർ ഒരു ഫോറൻസിക് സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അയാള് ഈ ഒരു അലീസയുടെ കേസിൽ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അലീസ ഇനി ഈ ഒരു സൈലൻസ് ഫേക്ക് ആയിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അലീസ അതിൽ വിജയിച്ചു. കാരണം അവളെ ആ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു അറസ്റ്റ് ചെയ്ത് അവളെ ജയിലിൽ കൊണ്ടുപോയിട്ടില്ല.
ഇപ്പോൾ ഒരു സൈക്യാട്രിക് യൂണിറ്റിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ചുനാൾ കഴിയുമ്പോൾ പതുക്കെ അവളുടെ അസുഖം ഭേദമായി എന്നുള്ള രീതിയിലായാൽ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഒതുങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ അതിന്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഈ സ്റ്റോറി നടക്കുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഇത്രയും കാലത്തിനിടെ അലീസിയ ഒരു റിക്കവറി സ്റ്റേജ് ഒക്കെ കാണിക്കേണ്ട ടൈമായി. കുറച്ച് വർഷമൊക്കെ സംസാരിച്ച് പിന്നീട് അവൾ ഓക്കെ ആവുന്ന രീതിയിലൊക്കെ അവർ കാണിക്കേണ്ട ടൈമായി. പക്ഷെ സ്റ്റിൽ അലീസിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഗ്രോവ് എന്ന് പറയുന്ന സൈക്കാട്രിക് യൂണിറ്റിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ആണെന്നതും തിയോ ഫേബർ അവിടേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതുമായിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അതിനുശേഷം തിയോ ഫേബർ അവിടേക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുന്നതായിട്ടാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് തിയോ ഫേബർ അവിടെ ചെന്നിട്ട് അലീസിയെ കാണുന്നതും അയാൾ ഈ ഒരു അന്വേഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളുമാണ് പറയുന്നത്. തിയോ ഫേബറിന് 42 ഇയേഴ്സ് ആണുള്ളത്. തിയോ ഫേബറിന്റെ ചൈൽഡ്ഹുഡിൽ അയാൾക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അയാളുടെ ഫാമിലി ലൈഫ് അത്ര ഹാപ്പി അല്ലായിരുന്നു. പേരൻസിന്റെ ഇടയിലൊക്കെ എപ്പോഴും ഭയങ്കര ഷൗട്ടിങ്ങും, അച്ഛൻ ഭയങ്കര ഒരു റൂഡായിട്ടുള്ള ഒരാളായിരുന്നു. എപ്പോഴും തിയോയും തിയോയുടെ അമ്മയൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്യുകയും വീട്ടിൽ എപ്പോഴും ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അച്ഛൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആൻസൈറ്റി ഒക്കെ കുഞ്ഞുനാൾ മുതലേ തിയോയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം അവനത് വളർന്നു വലുതാവും തോറും അത് കൂടി വരികയും അച്ഛൻ എപ്പോഴും അവനെങ്ങനെ ഒന്നിനും കൊള്ളില്ല, അവനൊരു വർത്ത്ലെസ് ആണ്, അവനൊരു തോൽവിയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരുപാട് അവന്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ചൈൽഡ്ഹുഡിൽ അവൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. അതിന്റേതായിട്ടുള്ള ഒരുപാട് ട്രോമാസ് അവന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവനൊരു 18 വയസ്സായ ടൈമിൽ അവൻ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ അവൻ വിചാരിക്കുന്നുണ്ട് ഇനിയെങ്കിലും അവന് കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം വീട്ടിലുള്ള ടൈമിൽ അവന് ആകെയുള്ള സന്തോഷം കിട്ടിയിട്ടുള്ളത് അച്ഛൻ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ മാത്രമാണ് അവനും അമ്മയും കുറച്ച് ഹാപ്പി ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കിട്ടിയ ടൈമിൽ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ ഒരു ടൈമിലാണ് അവന് മനസ്സിലാവുന്നത് അവൻ കുഞ്ഞുനാൾ മുതലുള്ള അവന്റെ ഉള്ളിലുള്ള പല പേടികളും, അവൻ കേട്ടിട്ടുള്ള ഒരുപാട് ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ബ്ലെയിമിങ്ങും ഒക്കെ കാരണം അവന്റെ മനസ്സിൽ അവൻ ഒരുപാട് അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ എപ്പോഴും അതൊരു ആൻസൈറ്റി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ആരുമായിട്ടും ഒട്ടും സോഷ്യലൈസ് ആവാൻ പറ്റുന്നില്ല. സഹിക്കാൻ വയ്യാതെ അവൻ ഒരിടയ്ക്ക് സൂയിസൈഡ് അറ്റംപ്റ്റും നടത്തുന്നുണ്ട്. അതിനുശേഷം ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നുണ്ട്. ആ ഒരു തെറാപ്പിസ്റ്റിന്റെ പേര് റൂത്ത് എന്നാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണത്. അപ്പൊ അവൻ അവരെ കാണുന്ന ടൈമിൽ ഒരു ഗ്രാൻഡ് മദറിന്റെ ഒരു ഫീലാണ് അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അവരോട് അങ്ങനെ സംസാരിച്ചു വരുന്ന ടൈമിൽ റൂത്ത് അവന്റെ കഥകൾ കേൾക്കുകയും അവന്റെ ആ ഒരു വിഷമങ്ങളെല്ലാം റൂത്തിന് മനസ്സിലാക്കിയിട്ട് റൂത്ത് കരയുന്നതായിട്ടാണ് തിയോ കാണുന്നത്. അപ്പൊ റൂത്ത് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു തെറാപ്പിക്ക് വരുന്ന ആ ഒരാള് അയാളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും അയാൾക്ക് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും ആ ഒരു തെറാപ്പിക്ക് വരുന്നത്. അപ്പൊ റൂത്ത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വരുന്ന ആരാണോ അവരുടെ വിഷമങ്ങളെല്ലാം റൂത്ത് കേട്ടിട്ട് റൂത്തിന് ആ ഒരു ഫീലിങ്സ് ഒക്കെ മനസ്സിലാവും. റൂത്ത് ആ ഒരു ഫീലിങ്സ് ഉള്ളിലേക്ക് എടുത്തിട്ട് ആ ഒരു ഫീലിങ്സിന് തിരിച്ച് പേഷ്യന്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അയാളെ എങ്ങനെ ആ ഒരു ഫീലിങ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യിക്കണം എന്ന് റൂത്ത് ആ ഒരു തെറാപ്പിയിലൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നാളായിട്ട് റൂത്തിന്റെ ഒരു പേഷ്യന്റ് ആണ് തിയോ. അപ്പോൾ തിയോയുടെ ലൈഫിൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഹെൽപ്പായിട്ട് റൂത്ത് അവന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ആ ഒരു റൂത്തിന്റെ കൂടെയുള്ള തെറാപ്പിക്ക് ശേഷം അവന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ പഠിത്തത്തിന് ശേഷം അവന് ഈ ഒരു സൈക്കോതെറാപ്പിയോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അവൻ ആ ഒരു സൈക്കോതെറാപ്പി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ റൂത്തും അതിന് സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ റൂത്ത് അവനോട് പറയുന്നുണ്ട് ഈ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആവാന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. വീണ്ടും ഇങ്ങനത്തെ ഈ ഒരു പേഷ്യൻസുമായിട്ടൊക്കെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും കുറെ നമ്മുടെ ആ ഒരു പഴയ ഓരോ ട്രോമാസിലേക്ക് നമ്മൾ പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കുറെ നാൾ നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു മാഡ്നസ്സുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവുമെന്നാണ് റൂത്ത് പറയുന്നത്. അപ്പോൾ അലീസിയെ ഗ്രോവ് എന്ന് പറയുന്ന ആ ഒരു സൈക്കാട്രിക് യൂണിറ്റിലേക്ക് അഡ്മിറ്റ് ആയ ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി വരികയും അവിടേക്ക് തിയോ ഇന്റർവ്യൂവിന് വന്നതായിട്ടായിരുന്നു പറയുന്നത്. തിയോയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇന്ദിര എന്ന് പറയുന്ന ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അതിനുശേഷം തിയോയ്ക്ക് ആ ഒരു ജോലി കിട്ടുകയും 1 മാസത്തിന് ശേഷം തിയോ ഗ്രോവില് ജോയിൻ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഈ ഗ്രോവിന്റെ ഡയറക്ടറാണ് പ്രൊഫസർ ഡയോമെഡിസ്. ഈ ഡയോമെഡിസ് ആണ് അലീസിയെ അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞത്. പിന്നീട് വരുന്നത് ഇതിന്റെ മാനേജറാണ് സ്റ്റെഫനി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. തിയോ അങ്ങനെ ഗ്രോവിൽ എത്തുന്ന ടൈമിൽ തിയോയെ വെൽക്കം ചെയ്യുന്നത് യൂറി എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ആദ്യമേ തന്നെ ഒരു അലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഒരു അലാം പ്രസ് ചെയ്യണം. കാരണം അവിടെ എപ്പോഴും ഈ ഒരു മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഏത് നിമിഷവും എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇത് കയ്യിൽ തന്നെ വെക്കണം, ഓഫീസിൽ വെക്കരുതെന്ന് യൂറി പറയുന്നുണ്ട്. അങ്ങനെ തിയോ അവിടെ എത്തിയ ടൈമിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി മീറ്റിംഗ് നടക്കുകയാണ്. ഡെയിലി ഒരു 1-2 പ്രാവശ്യം ആ ഒരു കമ്മ്യൂണിറ്റി മീറ്റിംഗ് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൽ അവിടുത്തെ ആ ഒരു പേഷ്യൻസ് എല്ലാവരും
കൂടാറുണ്ട്. പിന്നെ അവിടുത്തെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലുള്ള എല്ലാ ആൾക്കാരും വരാറുണ്ട്. അങ്ങനെ ആ ഒരു മീറ്റിംഗിലേക്ക് തിയോ ജോയിൻ ചെയ്യുന്നു. തിയോ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഡയോമെഡിസ് എല്ലാവരോടും തിയോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ എത്തിയ ടൈമിൽ തിയോ അലീസിയക്ക് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അലീസിയെ നോക്കുന്ന ടൈമിൽ ആദ്യം അയാൾ കാണുന്നില്ല. അങ്ങനെ ചുറ്റും നോക്കുന്ന ടൈമിൽ അയാൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് കാണുന്നുണ്ട്. അത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരാളാണ്. ക്രിസ്ത്യനുമായിട്ട് തിയോ മുൻപ് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യനെ കാണുന്ന ടൈമിൽ തന്നെ തിയോയ്ക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും തിയോയും ക്രിസ്ത്യനും അത്ര നല്ല ടേംസിലല്ലായിരുന്നു. പിന്നീട് അവിടെ കാണുന്നത് അവന് ഇന്റർവ്യൂ ചെയ്ത ഇന്ദിര എന്ന് പറയുന്ന ആ ഒരു ലേഡി അവിടെ ഉണ്ട്. അതിനുശേഷം ആ ഒരു പേഷ്യൻസിന്റെ ഇടയിൽ അലീസിയെ തിയോ കാണുന്നുണ്ട്. തിയോ അങ്ങനെ അലീസിയെ കാണുന്ന ടൈമിൽ അലീസിയ ഭയങ്കര സെഡേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും കോൺഷ്യസ് ആയിട്ടല്ല ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവൾ ഒരുപാട് ക്ഷീണിച്ച് വളരെ ഒരു മെസ്സി ആയിട്ടുള്ള ഒരു ലുക്കിലാണ് അലീസിയെ കാണുന്നത്. അപ്പൊ അവിടേക്ക് വളരെ വയലന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് കയറി വരുന്നുണ്ട്. എലിഫ് എന്നാണ് പേര്. എലിഫ് അങ്ങനെ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന ടൈമിൽ ഡിയോമെഡിസ് പറയുന്നുണ്ട്, നീ ഓൾറെഡി ലേറ്റ് ആണ്, ഇപ്പൊ നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇവിടെ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഡിയോമെഡിസ് തിയോയോട് ഇങ്ങനെ പറയുന്നുണ്ട്, തിയോ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ എലിഫിനോട് എന്താ പറയേണ്ടതെന്ന്. അപ്പൊ തിയോ എലിഫിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ നിന്റെ ദേഷ്യമൊക്കെ കുറയ്ക്കും, നമുക്ക് സംസാരിക്കാം. അപ്പൊ തിയോ പറയുന്നതെന്ന് വെച്ചാൽ ഡിയോമെഡിസ് പറഞ്ഞ പോലെ സമയം പാലിക്കണം. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ടൈം അനുസരിച്ച് വരണമെന്ന് പറയും. ആ ഒരു ടൈമിൽ ബാക്കിൽ നിന്നിട്ട് ക്രിസ്ത്യൻ ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക്കലി പറയുന്നുണ്ട്, ആ ശരിയാണ്, നിങ്ങളെ പോലെ അല്ലേന്ന്. അപ്പോ അതായത് തിയോ ആ ഒരു മീറ്റിംഗിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് കേൾക്കുന്ന ടൈമിൽ തിയോ പറയുന്നുണ്ട്, ശരിയാണ്, ഞാനും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഇനി ഈ മീറ്റിംഗിൽ എല്ലാവരും നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട് തിയോ നിർത്തുന്നുണ്ട്. അതിനുശേഷം തിയോ എലിഫിനോട് സംസാരിക്കുമ്പോൾ എലിഫ് കുറച്ച് കാം ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം ഡയോമെഡിസിന്റെ ഓഫീസിൽ തിയോ പോയി സംസാരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഡയോമെഡിസ് പറയുന്നുണ്ട്, ഈ ഒരു ഗ്രോവ് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പ്ലാനാണ്. ഇതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ്. അപ്പോൾ മാനേജർ സ്റ്റെഫനിയും അവരുടെ കൂടെയാണ്. അപ്പൊ ഇത് അധികകാലം മുന്നോട്ട് പോകത്തില്ല. ഇത് ഒരുപാട് നാൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തിയോയ്ക്ക് ഇവിടെ ഒരു നല്ല ഭാവിയുണ്ട്. ഭാവിയിൽ ഒരുപക്ഷെ ഡിയോമെഡിസിന്റെ പൊസിഷനിൽ തിയോയ്ക്ക് വരാൻ പറ്റും. കാരണം തിയോയുടെ ആ ഒരു ക്യാരക്ടറിൽ ഡയോമെഡിസിന് കുറച്ചുകൂടി ഒരു ഇംപ്രസ്ഡ് ആയി എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ തിയോ ഡയോമെഡിസിനോട് ചോദിക്കുന്നുണ്ട് അലീസിയെ പറ്റി. അപ്പൊ അലീസിയക്ക് ഇപ്പൊ എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, അവൾക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഡയോമെഡിസ് പറയുന്നുണ്ട്, ഇപ്പൊ ഒരു തെറാപ്പിയും നടത്തുന്നില്ല. കാരണം ഞങ്ങളെല്ലാം അത് ട്രൈ ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തു. അവൾക്ക് ഇപ്പൊ മെഡിസിൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എല്ലാവർക്കും അതിലുള്ള ഒരു പ്രതീക്ഷ പോയി. കാരണം ഡയോമെഡിസും ഒരുപാട് ട്രൈ ചെയ്തതാണ്. പക്ഷെ അവൾ ഒട്ടും റെസ്പോൺസീവ് അല്ല, ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും ചുമ്മാ ബെഡിലിരിക്കും, ഒന്നും മിണ്ടത്തില്ല, വെറുതെ സമയം കളയാണെന്ന് മനസ്സിലായിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ആരും അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എന്ന് ഡയോമെഡിസ് പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, എനിക്ക് എന്തോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്, എനിക്ക് അലീസിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയും. അപ്പൊ ഡിയോമെഡിസ് പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇതിന് മുൻപ് വന്നിട്ടുണ്ട്, നീ മാത്രമല്ല, പക്ഷെ ആർക്കും ഇതുപോലെ ഒന്നും പറ്റിയിട്ടില്ല. എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അലീസിയുടെ കേസിൽ. പക്ഷെ ഞാൻ അലീസിയുടെ കേസിൽ തോറ്റുപോയി. അപ്പൊ നിനക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് ഡയോമെഡിസ് പറയുന്നുണ്ട്. എന്നിട്ട് ഡയോമെഡിസ് പറയുന്നുണ്ട്, യൂറിയോട് ചോദിച്ചിട്ട് അലീസിയായിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കണമെന്ന്. അങ്ങനെ ഒരു തെറാപ്പി റൂമിൽ തിയോ ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. യൂറി അലീസിയെ അവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ യൂറി പറയുന്നുണ്ട്, അറ്റാക്ക് അലാം കയ്യിൽ തന്നെ വെച്ചേക്കണമെന്ന്. തിയോ പറയുന്നുണ്ട് അതിന്റെ ആവശ്യം വരില്ലാന്ന്. അങ്ങനെ അതിനുശേഷം യൂറി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അലീസിയയും തിയോയും കൂടി സംസാരിക്കുകയാണ്. അലീസിയ ഒന്നും സംസാരിക്കില്ല, തിയോ അങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പൊ തിയോ ഇങ്ങനെ അലീസിയോട് പറയുന്നുണ്ട്, ഞാൻ ഡിയോമെഡിസിനോട് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ കുറെ നേരമൊക്കെ പലതിനെ കുറിച്ചും അലീസിയോട് സംസാരിച്ചിട്ട് അലീസിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. അപ്പൊ തിയോ വിചാരിക്കുന്നുണ്ട്, ഇതിന് കുറച്ച് പേഷ്യൻസ് വേണം, കുറച്ച് പതുക്കെ പറ്റത്തുള്ളൂ. കാരണം നോർമലി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും നമ്മൾ കുറെ നാൾ സംസാരിച്ച് അവരോട് പതുക്കെ അവരെ കുറിച്ച് അറിഞ്ഞ് അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ ചൈൽഡ്ഹുഡിൽ നടന്നതും എന്നിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് പതുക്കെ നമുക്കൊരു സ്ലോലി അതിലേക്ക് അവരുടെ ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറെ നേരം അലീസിയോട് സംസാരിച്ചിട്ടും അലീസിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. അപ്പൊ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന്. അപ്പോൾ തിയോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അയാളുടെ തെറാപ്പിസ്റ്റ് റൂത്ത് പറഞ്ഞ പോലെ അലീസിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അലീസിയുടെ കൂടെ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കാം. നമ്മുടെ ആ ഒരു പേഷ്യന്റിനെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തിയോ വിചാരിക്കുന്നു അലീസിയുടെ കൂടെ സൈലന്റ് ആയിട്ട് കുറെ നേരം ഇരിക്കാമെന്ന്. അങ്ങനെ കുറെ നേരം ആ ഒരു തെറാപ്പി സെഷൻ തീരുന്നിടം വരെ അലീസിയുടെ മുന്നിൽ തിയോയും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നീട് ഡയോമെഡിസ് അലീസയുടെ ഫയല് തിയോയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ തിയോയ്ക്ക് അറിയാവുന്നതാണ്. കാരണം ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൺലൈൻ ഡേറ്റാബേസിലൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അലീസിയ സ്റ്റാർട്ടിംഗിൽ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അലീസിയുടെ കൂടെ എപ്പോഴും ഒരു നഴ്സുമാർ കാണുമായിരുന്നു അലീസിയെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അതിൽ പറയുന്ന ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ അലീസിയ എലിഫിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ്. എലിഫ് എന്ന് വെച്ചാൽ നേരത്തെ വയലന്റ് ആയിട്ട് വന്ന ആ ഒരു പേഷ്യന്റ് ആണ്. എന്തോ ഒരു സീറ്റിന്റെ പേരിലുള്ള ഒരു പ്രശ്നത്തിലാണ് അവർ തമ്മിൽ വഴക്കിടുന്നത്. ആ ഒരു ടൈമിൽ ഒരു പ്ലേറ്റ് പൊട്ടിച്ചിട്ട് ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എലിഫിന്റെ നേരെ അലീസിയ അവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്നതായിട്ടാണ് പറയുന്നത്. അതിനുശേഷം അലീസിയെ സെഡേറ്റ് ചെയ്യുകയും പിന്നീട് അലീസിയെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വായിക്കുന്ന ടൈമിൽ തിയോ വിചാരിക്കുന്നുണ്ട് എലിഫിനോടൊന്ന് സംസാരിക്കണമെന്ന്. എന്നിട്ട് തിയോ ഇനി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അലീസിയെ ഗബ്രിയേലിനെ കൊന്നത്? അലീസിയയും ഗബ്രിയേലും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നോ അതോ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പിന്നെ ആ ഒരു കൊലപാതകത്തിന് ശേഷം അലീസിയ എന്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല? പിന്നെ ആ ഒരു പെയിന്റിംഗ് ആൽസെസ്റ്റിസ് അതിന്റെ മീനിങ് എന്താണ്? അലീസിയയുടെ പാസ്റ്റ് എന്താണ്? അവളുടെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കണം എന്ന് തിയോ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. പിന്നീട് ആ ഫയലിൽ നിന്നും അലീസിയയുടെ കോണ്ടാക്ട്സിനെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് അലീസിയയുടെ ആന്റി ലിഡിയ റോസിന്റെ പേരാണ് ആദ്യത്തത്. അപ്പൊ അതിൽ അലീസിയയുടെ അമ്മ കുഞ്ഞിലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം ലിഡിയ റോസ് ആണ് അലീസിയെ വളർത്തിയത്. പിന്നീട് അതിൽ വരുന്ന ഒരു കോണ്ടാക്ട് അലീസിയയുടെ ലോയർ ആണ്. അയാൾ തന്നെയാണ് ഗബ്രിയേലിന്റെ ബ്രദറും. പേര് മാക്സ് എന്നാണ്. തിയോ അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അലീസിയയുടെ ഫാമിലീസിനെ കോണ്ടാക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അലീസിയയുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ തിയോ വിചാരിക്കുന്നുണ്ട് ഡിയോമെഡിസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ തിയോ രഹസ്യമായിട്ട് ഈ ഒരു അന്വേഷണം അവരോട് തിരക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് തിയോ ആദ്യം വിളിക്കുന്നത് മാക്സിന്റെ ഓഫീസിലേക്കാണ്. മാക്സ് എന്ന് പറയുന്നത് അലീസിയയുടെ ലോയറുമാണ്, ഗബ്രിയേലിന്റെ ബ്രദറുമാണ്. അപ്പൊ തിയോ വിളിച്ചിട്ട് ഗ്രോവിൻ ആണ് വിളിക്കുന്നത്. അലീസിയയുടെ സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. മാക്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ലേഡി പറയുന്നുണ്ട് മാക്സ് ഇവിടെ ഇല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോ തിയോ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ലിഡിയ റോസ് എന്ന് പറയുന്ന അലീസിയയുടെ ആന്റി വിളിക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് തിയോ ഇങ്ങനെ ഇവിടെ നിന്നാണ് വിളിക്കുന്നത്, അലീസിയയുടെ കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ തന്നെ ലിഡിയ റോസ് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നീട് തിയോ യൂറിയോട് സംസാരിക്കുന്നുണ്ട്. യൂറി ആയിരുന്നു അലീസിയെ ഒരു മീറ്റിങ്ങിനൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അപ്പൊ യൂറിയോട് ചോദിക്കുന്നുണ്ട് അലീസിയയുടെ കേസ് എന്താണെന്ന്. അപ്പൊ യൂറി പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആരെക്കാളും എനിക്ക് അലീസിയെ കൂടുതൽ അറിയാം, കാരണം ഞാനാണ് അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കെയർ എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അലീസിയ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൾ സംസാരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ യൂറി പറയുന്നതെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടാത്തോണ്ടാണ് അവൾ സംസാരിക്കാത്തത്. അതായത് അലീസിയ മനഃപൂർവ്വം സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് യൂറി പറയുന്നത്. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇനി അവൾ എപ്പോഴായിരിക്കും സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടപ്പോൾ അവൾ സംസാരിക്കും, അവൾക്ക് സത്യം പറയണമെന്ന് തോന്നുന്ന ടൈമിൽ അവൾ സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ തിയോയുടെ മനസ്സിൽ തിയോയ്ക്ക് ഇത്രയും വർഷമൊക്കെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് തിയോയുടെ മനസ്സിൽ. അങ്ങനെ അലീസിയയുടെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യൂറി ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാരീഡ് ആണോന്ന്. അപ്പൊ തിയോ പറയുന്നുണ്ട് ഞാൻ മാരീഡ് ആണെന്ന്. അപ്പൊ യൂറി പറയും ഞാനും മാരീഡ് ആയിരുന്നു, ഞാൻ ലാറ്റ്വിയ എന്നാണ് ഇവിടോട്ട് വന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു, ഞാൻ അതിനുശേഷം ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു. പക്ഷെ എന്റെ വൈഫ് ഇവിടെ ആയിട്ടൊന്നും സെറ്റ് ആയില്ല, അവൾ ഇംഗ്ലീഷ് ഒന്നും പഠിച്ചില്ല. അതുകൂടാതെ തന്നെ എനിക്ക് അവളുമായിട്ട് പിന്നീട് അങ്ങോട്ട് സെറ്റായി പോവാത്ത പോലെ തോന്നി. അതിനുശേഷം എനിക്ക് വേറൊരു ലേഡിയെ ഇഷ്ടമായി, പക്ഷെ അവർക്ക് എന്നോടൊരു താല്പര്യം ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ തിയോ ചോദിക്കുന്നുണ്ട് പിന്നീട് എന്തായി, നിങ്ങളിപ്പോ വൈഫിന്റെ കൂടെ ആണോന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇല്ല, ഞാനിപ്പോ വൈഫുമായിട്ടൊക്കെ ബ്രേക്കായി, ഇപ്പൊ ഞാൻ വേറൊരു ലേഡിയായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നുണ്ട് ഓക്കെ ഞാൻ എന്നാൽ ലേറ്റ് ആയി, എനിക്ക് വീട്ടിൽ പോകണം, എന്റെ വൈഫ് വെയിറ്റിംഗ് ആയിരിക്കും എന്ന് പറയും. അപ്പൊ യൂറി ചോദിക്കുന്നുണ്ട് വൈഫിന്റെ പേരെന്താണെന്ന്. അപ്പോ തിയോ പറയും ക്യാത്തി എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ടൈമിൽ യൂറി ഇങ്ങനെ പറയും ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം, നിങ്ങൾ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഒരു ക്യാത്തി അടുത്തേക്ക് പോവുക, ഈ അലീസിയയുടെ പുറകെ പോവണ്ട എന്നൊരു വാണിംഗ് പോലെ യൂറി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ക്യാത്തിയെ കുറിച്ചാണ്. ക്യാത്തി മീൻസ് തിയോയുടെ വൈഫാണ്. ക്യാത്തി ഒരു കഫയിൽ ഇരിക്കുന്നു, അവിടേക്ക് തിയോ ചെല്ലുന്നതാണ്. ക്യാത്തിയുടെ കുറെ ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ക്യാത്തി ഒരു ആക്ട്രസ് ആണ്. അപ്പൊ ക്യാത്തിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു റിഹേഴ്സലിന് ശേഷം ഈ ഒരു കഫയിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്യാത്തിയുടെ കുറെ ഗേൾ ഫ്രണ്ട്സുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ തിയോ അങ്ങോട്ട് വരുന്ന ടൈമിൽ ക്യാത്തി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ സ്റ്റോറിയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ക്യാത്തി ആ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ തിയോ ക്യാത്തി പറയുന്നത് കേട്ട് ക്യാത്തിയുടെ ആ ഒരു സ്റ്റോറി കേട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ അവര് തമ്മിൽ മീറ്റ് ചെയ്ത സ്റ്റോറിയാണ് പറയുന്നത്. മുൻപ് അവര് മീറ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരും വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാത്തി ഡാനിയൽ എന്ന് പറയുന്ന ഒരാളെയും തിയോ മരിയാനെ എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു ബാറിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ പാർട്ട്നേഴ്സ് തമ്മിൽ പരിചയമുണ്ട്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ആദ്യം കാണുമ്പോൾ തന്നെ രണ്ടുപേർക്കും ചെറിയൊരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. ഡാനിയൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ക്യാത്തിയായിട്ട് വഴക്കിട്ടിട്ട് അവിടുന്ന് പോകുന്നു. അതിനുശേഷം മരിയാനെയും
തിയോയും കൂടെ അവിടെ ഇരിക്കുമ്പോൾ മരിയാന പോവാന്ന് പറയുന്ന സമയത്ത് തിയോ കൂടെ വരുന്നില്ല എന്ന് പറയും. അങ്ങനെ മരിയാന തിരിച്ചു പോന്നു. അങ്ങനെ ആ സമയത്ത് തിയോയും ക്യാത്തിയും മാത്രമാവുന്നു. അങ്ങനെ അവരവിടെ വെച്ച് സംസാരിച്ചിട്ടാണ് അവർ തമ്മിലൊരു റിലേഷനിലേക്ക് വരുന്നത്. പിന്നീട് അവരുടെ ആ ഒരു ഓൾഡ് പാർട്ട്നേഴ്സുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അതിനുശേഷം ഇവർ ഒന്നിച്ചാണ്. പിന്നീട് അവർ കുറച്ചുനാൾ ലിവിങ് ടുഗെദർ ആണ്. അവർ ഒന്നിച്ചൊരു ഫ്ലാറ്റിലേക്ക് മാറുന്നു. പിന്നെ കുറച്ചുനാളിന് ശേഷം തിയോ ക്യാത്തിയെ പ്രൊപ്പോസ് ചെയ്യുന്നു. അങ്ങനെ അവർ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ്. ഇതിനിടയിൽ തിയോയുടെ പേരൻസിനെ ക്യാത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിലും അവർക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവരങ്ങനെ കാണുന്ന ടൈമിൽ തിയോയുടെ അച്ഛൻ പഴയ പോലെ തന്നെയാണ്. അയാൾ എപ്പോഴും തിയോയെ കാണുന്ന ടൈമിൽ ഓരോന്നൊക്കെ കുറ്റം പറയാണ്. അമ്മ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പൊ അമ്മയെ കാണുന്ന ടൈമിൽ തിയോയ്ക്ക് ഭയങ്കര ഒരു വിഷമാവുന്നുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ക്യാത്തിയാണ് തിയോയെ സമാധാനിപ്പിക്കുന്നതും തിയോയുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് അവരുടെ കല്യാണമൊക്കെ നടന്നത്. അപ്പൊ അവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലാണ് അവർ നടത്തിയത്. അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അവരുടെ ഫാമിലിയിൽ നിന്നൊന്നും ആരും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ തിയോ ഇങ്ങനെ ക്യാത്തിയെയും അലീസിയെയും കുറിച്ച് പറയുന്ന ടൈമിൽ ക്യാത്തി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ എപ്പോഴും ഭയങ്കര ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ് ക്യാത്തി. പക്ഷെ നേരെ മറിച്ച് അലീസിയ എന്ന് പറയുമ്പോൾ ഭയങ്കര സൈലൻസും എപ്പോഴും ഭയങ്കര ഡാർക്ക്നെസ് ഒരു സാഡ്നെസ് ഒക്കെ ആയിട്ടാണ് അലീസിയെ കുറിച്ച് പറയുന്നത്. ഇനി ഈ ബുക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് പറയുന്നത്. ഇതിൽ അലീസിയയുടെ ഡയറി എൻട്രീസ് ആണ് കൂടുതലും വരുന്നത്. അതായത് ഇതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് അലീസിയയുടെ ഡയറിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അലീസിയയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്നതാണ് പറയുന്നത്. ഇത് ഏകദേശം ഗബ്രിയേൽ മരിക്കുന്നതിന് 1 മാസം മുൻപുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിൽ അവൾ ആദ്യം എഴുതിയിരിക്കുന്നത് ആ ഒരു സമ്മർ സീസൺ ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ അവൾ അവളുടെ ആ ഒരു അമ്മ മരിച്ചതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അമ്മയുടെ ആ ഒരു കാർ ക്രാഷിന്റെ കാര്യമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അമ്മയുടെ കൂടെ അവളും ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ മരിക്കുന്നത് അതൊരു സൂയിസൈഡ് പോലെയാണ് പറയുന്നത്. അപ്പൊ അവൾ ആലോചിക്കുമ്പോൾ അത് ശരിക്കും അതൊരു മർഡർ ആയിരുന്നു. അവളെയും കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണ് അമ്മ ചെയ്തത്. പക്ഷെ അവള് രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അവളുടെ ഒരു പെയിന്റിംഗ് വർക്കിന്റെ പ്രോഗ്രസ് ആണ്. അപ്പൊ അവൾ വരയ്ക്കുന്നത് കുരിശിൽ നിൽക്കുന്ന ഒരു ജീസസിന്റെ പിക്ചറാണ്. അങ്ങനെ അവൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടും അവൾക്ക് അതങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ അവൾ കൂടുതൽ നോക്കുന്ന ടൈമിൽ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ആ ഒരു ജീസസിന്റെ ഫേസിൽ അവൾ വരച്ചിരിക്കുന്നത് ഗബ്രിയേലിന്റെ ഫേസ് ആണ്. അങ്ങനെ അത് കാണുന്ന ടൈമിൽ അവൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഗബ്രിയേലിനോടൊന്ന് ഇരിക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ഗബ്രിയേലിന്റെ ഒരു പിക്ചർ വരയ്ക്കാമല്ലോ എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഗബ്രിയേലിനോട് അവൾ ആ ഒരു പെയിന്റിങ്ങിന് ഇരിക്കാവോന്ന് ചോദിക്കുന്നതും ഗബ്രിയേൽ ഇരിക്കുന്നതായിട്ടും എന്നിട്ട് അവൾ പിന്നീട് അതിനകത്ത് ഗബ്രിയേലിനെ കുറിച്ച് കുറെ നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്. അവൾ ഒരു പെയിന്റർ ആവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഗബ്രിയേൽ അവളുടെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ അവളുടെ ആ ഒരു ആർട്ട് കരിയർ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകത്തില്ലായിരുന്നു. അവളുടെ ആ ഒരു ടാലന്റിലൊക്കെ ഗബ്രിയേലിന് ഭയങ്കര വിശ്വാസമായിരുന്നു. അവൾ പണ്ട് കോളേജ് ടൈമിൽ കുറച്ച് ബാഡ് ഫ്രണ്ട്ഷിപ്സിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗബ്രിയേൽ വന്ന ശേഷമാണ് അവൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അവളുടെ ലൈഫ് കുറച്ചുകൂടി നല്ലതായത്. അപ്പോ അവളുടെ ലൈഫിൽ അവളൊരു ഗബ്രിയേലിനെ ഒരു ജീസസിനെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം അവൾ ജീസസിനെ വരച്ചപ്പോൾ ആ ഒരു ഗബ്രിയേലിന്റെ ഫേസ് അതിൽ വന്നതെന്നൊക്കെ ആ ഒരു ഡയറിയിൽ അലീസിയ എഴുതിയിട്ടുണ്ട്. പിന്നെ അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി എന്തൊക്കെ വന്നാലും ഇനി എത്രയൊക്കെ രീതിയിൽ എന്നെ ഗബ്രിയേൽ അപ്സെറ്റ് ചെയ്യിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും ഗബ്രിയേലിനെ അതുപോലെ തന്നെ സ്നേഹിക്കും. മരണത്തിന് മാത്രമേ എന്നെ ഗബ്രിയേലിന്റെ അടുത്തുനിന്ന് മാറ്റാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അവൾ ആ ഒരു ഗബ്രിയേലിന്റെ പിക്ചർ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും പക്ഷെ എത്ര വരച്ചിട്ടും അതിൽ ഗബ്രിയേലിന്റെ ഐസ് മാത്രം ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര അപ്സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് ആ ഒരു ഡയറിയിൽ പറയുന്നത്. അതിനുശേഷം ഡിയോമെഡിസും തിയോയും കൂടി സംസാരിക്കുന്നതാണ്. ഡിയോമെഡിസിനോട് തിയോ പറയുന്നുണ്ട് അലീസിയയുടെ മെഡിസിൻസ് ഓവർഡോസ് ആണ് കൊടുക്കുന്നത്, കുറച്ച് കുറയ്ക്കണം, എന്നാൽ മാത്രമേ അവൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂന്ന്. അപ്പോൾ ഡിയോമെഡിസ് പറയുന്നുണ്ട് അത് ക്രിസ്ത്യൻ ആണ് കൊടുക്കുന്നത്, ക്രിസ്ത്യനോടൊപ്പം സംസാരിക്കണമെന്ന് തിയോ പറയും. അപ്പൊ ഡിയോമെഡിസ് ചോദിക്കുന്നുണ്ട് ക്രിസ്ത്യനും തിയോയുടെയും തമ്മിൽ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണല്ലോ എന്ന്. അപ്പൊ തിയോ പറയും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആ ഒരു ടൈമിൽ ഡിയോമെഡിസ് പറയുന്നുണ്ട് അവൾക്ക് ഈ ഒരു അലീസയ്ക്ക് ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മെഡിസിൻ കുറയ്ക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. അവളിപ്പോ ആ ഒരു മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൾ വയലന്റ് ആവാൻ ചാൻസ് ഉണ്ട്, അത് ഭയങ്കര റിസ്ക് ആണെന്ന് പറയും. അപ്പൊ തിയോ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പൊ ഡിയോമെഡിസ് ക്രിസ്ത്യനോട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയും ഞാൻ പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് ക്രിസ്ത്യനോട് പറയണ്ടാന്ന്. ഈ ഗ്രോവിനകത്തുള്ള ഈ ഒരു സൈക്കാട്രിക് യൂണിറ്റിലെ സ്റ്റാഫ് എല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഗോൾഡ് ഫിഷ് ബൗൾ എന്ന്. അപ്പൊ അതായത് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. അവിടെ ഇരുന്നാൽ ബാക്കി പേഷ്യൻസ് ഒക്കെ അതിന് ചുറ്റും പുറത്തുകൂടി പോകുന്നത് കാണാം. തിയോ അങ്ങനെ അവിടെ ഇരിക്കുന്ന ടൈമില് ക്രിസ്ത്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യനോട് എലിഫ് എന്തിനാണ് അവിടെ അഡ്മിറ്റ് ആയെന്ന് തിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ എലിഫ് അമ്മയും സിസ്റ്ററിനെയും മർഡർ ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് ക്രിസ്ത്യൻ പറയും. അതിനുശേഷം ക്രിസ്ത്യൻ പറയുന്നുണ്ട് അലീസിയയുടെ ഡോസ് ഡിയോമെഡിസ് പറഞ്ഞിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെ അടുത്ത് പറയാം, അല്ലാതെ ഈ എന്റെ പുറകിൽ കൂടി വന്നിട്ടുള്ള ഈ ഒരു കളി എനിക്ക് ഇഷ്ടമല്ല, ഡിയോമെഡിസിനെ കൊണ്ട് പറയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തിയോയോട് പറയും.
അപ്പൊ തിയോ പറയും എനിക്കൊരു പ്രശ്നമില്ലാന്ന്. അതിനുശേഷം ക്രിസ്ത്യൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന തെറാപ്പിയൊക്കെ വെറുതെയാണ്, അവൾ സംസാരിക്കാനൊന്നും പോകുന്നില്ല, അവൾ ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് ക്രിസ്ത്യൻ പറയുന്നത്. ആ ഒരു ടൈമിൽ ഇന്ദിര അവരുടെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ദിര അവിടുത്തെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ഇന്ദിര പറയുന്നതെന്ന് വെച്ചാൽ അവൾക്ക് അലീസയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അലീസയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് ഇന്ദിര ക്രിസ്ത്യനോടായിട്ട് ഇങ്ങനെ പറയും ഈ തെറാപ്പി എന്ന് വെച്ചാൽ സംസാരിച്ചാൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ അവർക്കൊരു സേഫ് സ്പേസ് കൊടുക്കാൻ പറ്റി, അത് തന്നെയാണ് വലിയ കാര്യം. എപ്പോഴും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മുടെ വാക്കുകളിൽ കൂടെ തന്നെ വേണം എന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ അപ്പൊ ക്രിസ്ത്യൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ക്രിസ്ത്യൻ അപ്പൊ തിയോയുടെ ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പോകുന്നുണ്ട്. പിന്നീട് അലീസിയും തിയോയും കൂടി തെറാപ്പി റൂമിൽ ഇരിക്കുകയാണ്. ആദ്യം കുറെ കാര്യങ്ങളൊക്കെ അവളോട് ചോദിച്ചിട്ടും അവളൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അവളുടെ കേസിൽ കുറച്ചുകൂടെയൊക്കെ ആ ഒരു മെഡിസിൻസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീസിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അവളിൽ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. കാരണം അവള് തിയോ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് അവൾ അവനെ ഫേസ് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസിനെ അവന്റെ മുഖത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം കുറെ നേരം ചോദിച്ചിട്ടൊന്നും റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് അവളുടെ കൂടെ അവളെ പോലെ തന്നെ സൈലന്റ് ആയിട്ട് കുറെ നേരം തിയോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തെറാപ്പി സെഷന്റെ ടൈം ഫിനിഷ് ആവാറാവുന്ന ടൈമിൽ തിയോ അലീസയോട് പറയുന്നുണ്ട് നീ എന്നെ വിശ്വസിക്കണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അലീസ ഇങ്ങനെ തിയോയെ നോക്കിയിട്ട് പെട്ടെന്ന് അവളങ്ങ് വയലന്റ് ആകുവാണ്. അവന് പെട്ടെന്ന് ആ ഒരു അറ്റാക്ക് എല്ലാം പ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അലീസ അതും തട്ടിക്കളയുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവന്റെ ആ ഒരു കഴുത്തിൽ പിടിച്ചിട്ട് അവന്റെ തല എടുത്തിട്ട് ഭിത്തിയിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ ആ ഒരു അലാം കയ്യിൽ കിട്ടുകയും അത് പ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് യൂറി വരുന്നുണ്ട്. യൂറി വന്നിട്ട് അലീസയെ പിടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് അലീസയെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് തിയോയെ ആ ഒരു ഗോൾഡ് ഫിഷ് ബൗളിലേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ ആ ഒരു മുറിവുകളും കാര്യങ്ങളും ഒക്കെ യൂറി മരുന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തല കുറെ പ്രാവശ്യം അടിച്ചതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഒരു തലയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ ഒരു സംഭവം എല്ലാം അറിഞ്ഞിട്ട് ഡിയോമെഡിസ് അവിടെ വരുന്നുണ്ട്, ക്രിസ്ത്യൻ വരുന്നുണ്ട്, സ്റ്റെഫനി വരുന്നുണ്ട്. ഡിയോമെഡിസ് അങ്ങനെ തിയോയോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ തിയോ പറയുന്നതെന്ന് വെച്ചാൽ അലീസിയ റെസ്പോണ്ട് ചെയ്തതാണ്, ഇതിനെ ഞാനൊരു പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് പറയും. അപ്പൊ ക്രിസ്ത്യനും സ്റ്റെഫനി അതിനെതിരാണ്. ക്രിസ്ത്യൻ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു മെഡിസിൻ ഡോസ് കുറച്ചുകൊണ്ട് അലീസിയ വയലന്റ് ആയതാണ്, അല്ലാതെ ഇതിനെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല എന്ന് പറയും. ഡിയോമെഡിസ് തിയോയോട് ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഇന്ദിരയും തിയോയ്ക്ക് സപ്പോർട്ടാണ്. അപ്പൊ സ്റ്റെഫനി പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ മാനേജറാണ്, ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല എന്ന്. അപ്പൊ ഡിയോമെഡിസ് പറയുന്നതെന്ന് വെച്ചാൽ ഞാനാണ് ഇവിടുത്തെ ഡയറക്ടർ, എന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിയോയ്ക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പൊ തിയോ പറയുന്നത് ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ആണ്. പക്ഷേ ഡിയോമെഡിസ് പറയുന്നുണ്ട് ഒരു 6 weeks മാത്രമേ തരാൻ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അപ്പൊ ക്രിസ്ത്യൻ ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇനി 6 weeks അല്ല 60 years എടുത്ത് നോക്കിയാലും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല, കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് അവൾ ഇവിടെ ഇരിക്കുകയാണ്, ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് തിയോ ആകെ ടയേർഡായിട്ട് തിയോയുടെ വീട്ടിലെത്തിയതായിട്ടാണ് പറയുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ക്യാതി അവിടെ ഇല്ല. ക്യാതി അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവളുടെ ആ ഒരു റിഹേഴ്സലൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ തിയോയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ തിയോ കുറച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മുൻപുണ്ടായിരുന്നു, ക്യാതി വന്ന ശേഷം അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇടയ്ക്ക് ഇവിടെ ഒരു പാർട്ടിക്ക് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് തിയോയ്ക്ക് ഇത് വീണ്ടും ഓഫർ ചെയ്യും, തിയോ അത് യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ക്യാതി ഇല്ലാത്ത ടൈമിൽ ഒരു ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്തൊക്കെ മാത്രം തിയോ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തിയോ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം TV ഇടാൻ പോയ സമയത്ത് ക്യാതിയുടെ ലാപ്ടോപ്പ് അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് തിയോ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അവളുടെ ഇമെയിൽ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് അത് കാണുന്ന ടൈമിൽ അതിൽ ബാഡ് ബോയ് 22 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് കുറെ മെയിൽസ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതെടുത്ത് വെച്ച് നോക്കുന്ന ടൈമിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള മെസ്സേജസ് അയച്ചേക്കുന്നു എന്നുള്ള കാര്യം അപ്പൊ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തിയോ ലാസ്റ്റ് മെസ്സേജ് എടുത്ത് നോക്കുന്ന ടൈമിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി മീറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ആൾക്ക് മനസ്സിലായി ക്യാതി അപ്പൊ ഇന്ന് പോയിരിക്കുന്നത് ഇയാളെ മീറ്റ് ചെയ്യാനാണ്, ഈ ഒരു റിഹേഴ്സലിനല്ല എന്നുള്ളത് തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തിയോ ആ ഒരു കംപ്ലീറ്റ് മെസ്സേജസും വായിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിൽ ഒരു റിലേഷനിലാണെന്നുള്ളതും ക്യാതി തിയോയെ ചീറ്റ് ചെയ്യാണെന്നുള്ള കാര്യവും തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് തിയോ വീണ്ടും അലീസയായിട്ട് തെറാപ്പി സെഷൻ ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ തിയോ അലീസയോട് പറയുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഹെൽപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്, എന്നെ എന്തിനാണ് അറ്റാക്ക് ചെയ്തത്, എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടായിരിക്കും, ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ്, ഞാനും മുൻപ് തെറാപ്പീസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ മാരീഡ് ആണ്, എന്റെ വൈഫിന്റെ പേര് ക്യാതി എന്നാണ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി, നിങ്ങളും ഗബ്രിയേലും 7 വർഷമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അലീസിയ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ അലീസിയ തിയോ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം തിയോ പറയുന്നുണ്ട് എനിക്ക് ക്യാതിയെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും ചില സമയത്തൊക്കെ എനിക്ക് അവളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, അലീസിയയ്ക്കും അങ്ങനെ തന്നെയല്ലേ, ഗബ്രിയേലിനോട് ഇടയ്ക്കൊക്കെ ദേഷ്യം തോന്നിയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമില് തിയോ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അലീസിയ പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് അലീസിയ അല്ല എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്.
അപ്പൊ അത് കാണുന്ന ടൈമിൽ തിയോ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ തിയോ വീണ്ടും അലീസിയെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അലീസിയക്ക് ഗബ്രിയേലിനോട് ദേഷ്യം തോന്നിയിട്ടില്ലേന്ന്. അപ്പൊ അലീസിയ വീണ്ടും ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും തിയോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഗബ്രിയേലിനെ കൊന്നത് എന്ന് ചോദിക്കുന്ന ടൈമിൽ അലീസിയ പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട്. തിയോ പേടിച്ചിട്ട് ആ ഒരു അലാം പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അലീസിയ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നിട്ട് ആ ഒരു ഡോറിൽ പോയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് യൂറി വരുന്നു. അലീസിയ അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പോൾ യൂറി നോക്കുമ്പോൾ തിയോയെ അലീസിയ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ആവുന്നുണ്ട്. പിന്നീട് തിയോയ്ക്ക് ആ ഒരു തെറാപ്പി സെഷനിൽ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്, കാരണം അലീസിയയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് വന്നതുകൊണ്ട്. പിന്നീട് തിയോയുടെയും ക്യാത്തിയുടെയും കാര്യമാണ് പറയുന്നത്. ക്യാത്തി തിയോയെ ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ട സമയത്ത് തിയോയ്ക്ക് വീണ്ടും അത് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ ആവുന്നുണ്ട്. കാരണം അവനപ്പോൾ അവന്റെ പഴയ കാലത്തിലുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അവൻ സെൽഫായിട്ട് ബ്ലെയിം ചെയ്യാണ്. അതായത് അവന്റെ അച്ഛൻ അവനെ പറഞ്ഞതുപോലെ തന്നെ അവനെ കൊള്ളാത്തത് കൊണ്ടാണോ അങ്ങനെ പോയത്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ചിന്തകൾ അവന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാത്തിയോട് അവന് നല്ല ദേഷ്യവും തോന്നുന്നുണ്ട്. അപ്പൊ അവനിങ്ങനെ ക്യാത്തിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവൾ ചിലപ്പോൾ അവനോട് മാപ്പ് പറയുമായിരിക്കും, അവൾ അവനെ വിട്ട് പോവോ, അങ്ങനെയൊക്കെയുള്ള സംശയം തിയോയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആകെ ഡെസ്പായിട്ട് റൂത്തിനെ കാണാൻ വേണ്ടിയിട്ട് തിയോ പോകുന്നുണ്ട്. അപ്പോൾ റൂത്തിന് ഇപ്പോൾ ഒരു 80 ഇയേഴ്സ് ഒക്കെ ആയി. അപ്പോൾ അവർ നല്ല പ്രായമായി. അപ്പോൾ റൂത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇനിയും ഇതിലേക്ക് പോകരുത്, ക്യാത്തിയുടെ കാര്യം വെച്ചിട്ട് നീ നിന്റെ ലൈഫ് ഇനിയും കളയാൻ നിൽക്കണ്ട. ക്യാത്തിയുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും. അപ്പം നീ നിന്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ ക്യാത്തിയെ ലീവ് ചെയ്യുക, നീ ചെന്നിട്ട് ഈ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് നീ മുന്നോട്ട് പോകണം എന്നാണ് റൂത്ത് അവന് കൊടുക്കുന്ന ഒരു അഡ്വൈസ്. അങ്ങനെ അന്നത്തെ ദിവസം ക്യാത്തിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനും അവൻ അവളുമായിട്ട് ഇനി ഒരു ബ്രേക്ക് ആവാനും വേണ്ടിയിട്ടാണ് തിയോ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ തിയോ വീട്ടിലെത്തുന്ന ടൈമിൽ ക്യാത്തി വീട്ടിലുണ്ട്. ക്യാത്തി അപ്പൊ തിയോയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതായത് തിയോ യൂസ് ചെയ്യുന്ന കാര്യം അവൾ അറിഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ ദേഷ്യത്തിലാണ് ക്യാത്തി ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാത്തിയോട് തിയോ ഒന്നും പറയുന്നില്ല. അവൻ റൂമിൽ പോകുന്നുണ്ട്. അതിനുശേഷം അവൻ ഉറങ്ങാൻ കിടക്കുകയാണ്. പക്ഷെ അവിടെ ക്യാത്തി ഉറങ്ങിയ ശേഷം തിയോ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അടുത്ത ദിവസം തിയോ എണീറ്റിട്ട് വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ റൂത്ത് പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻ എൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. തിയോയ്ക്ക് ക്യാത്തിയെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അവന്റെ ഫാമിലിയെ വിട്ടിട്ട് വന്നതാണ്. പക്ഷെ അതുപോലെ ക്യാത്തിയെ കളഞ്ഞിട്ട് പോകാനുള്ള ഒരു മനസ്സ് അവന് വരുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം ക്യാത്തി തന്നെ അവന്റെ അടുത്ത് വന്നിട്ട് അതെല്ലാം അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ഒന്നും ഇല്ലാത്തതുപോലെ അങ്ങ് പ്രിറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവാം. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ തിയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. പിന്നീട് തിയോ എലിഫിനെ കാണുന്നുണ്ട്. അപ്പൊ എലിഫിനോട് അലീസിയായിട്ടുള്ള ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതെന്തിനാന്ന് ചോദിക്കുന്ന ടൈമിൽ എലിഫ് പറയുന്നുണ്ട്, എലിഫ് അലീസിയോട് എങ്ങനെയാണ് അലീസിയ ഗബ്രിയേലിനെ കൊന്നതെന്നൊക്കെയുള്ള കാര്യം ചോദിച്ചു. അങ്ങനെ ഗബ്രിയേലിന്റെ കാര്യം ചോദിച്ച ടൈമിലാണ് അലീസിയ അവളെ അറ്റാക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നീട് തിയോയ്ക്ക് ഗബ്രിയേലിന്റെ ബ്രദർ മാക്സിന്റെ കോള് വരുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ മാക്സിന്റെ വീട്ടിൽ വെച്ചിട്ട് തിയോ മാക്സുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മാക്സ് എന്ന് പറയുന്നത് ഗബ്രിയേലിന്റെ സ്വന്തം ബ്രദർ അല്ല, മാക്സ് അഡോപ്റ്റഡ് ആണ്. അപ്പോൾ മാക്സ് പറയുന്നത് ആ ഒരു മർഡർ നടക്കുന്നതിന്റെ തലേ ദിവസം മാക്സ് ഗബ്രിയേലിനെയും അലീസയെയും മീറ്റ് ചെയ്തിരുന്നു. അന്ന് അവർ ഭയങ്കര നോർമലായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ അലീസയെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അലീസയുടെ ഗാലറിസ്റ്റ് ആയിട്ടുള്ള ജീൻ ഫെലിക്സിനെ മീറ്റ് ചെയ്താൽ മതി എന്നാണ് മാക്സ് പറയുന്നത്. അപ്പോൾ അലീസയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് തിയോ ചോദിക്കുമ്പോൾ മാക്സ് പറയുന്നത് മാക്സിന് അലീസയോട് വലിയ താല്പര്യമില്ല. കാരണം ഗബ്രിയേല് അലീസിയ വന്ന ശേഷം ഒരുപാട് മാറിപ്പോയി. ഗബ്രിയേൽ വളരെ നല്ലൊരാളായിരുന്നു. പക്ഷെ അലീസിയ വന്ന ശേഷം ഗബ്രിയേലിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ അലീസിയ ഒരു സൈക്കോയെ പോലെയാണ്. അലീസിയ എപ്പോഴും വയലന്റ് ആവാറുണ്ട്. ഇതിനു മുൻപും ഗബ്രിയേലിനെ കൊല്ലുമെന്നൊക്കെയുള്ള രീതിയിൽ അലീസിയ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഗബ്രിയേലിന് അവളെ ഭയങ്കര കാര്യമാണ്. ഗബ്രിയേൽ എല്ലാത്തിനും അവളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവൾ ഇതിനു മുൻപ് അവളുടെ അച്ഛൻ മരിച്ച സമയത്ത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അലീസിയോട് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് മാക്സ് സംസാരിച്ചത്. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അലീസിയക്ക് വേണ്ടിയിട്ട് പിന്നെയും ഈ ഒരു കേസിൽ മാക്സ് തന്നെ ലോയർ ആയിട്ട് നിന്നതെന്ന്. അപ്പൊ മാക്സ് പറയുന്നത് ഒരുപക്ഷെ ഗബ്രിയേലിന് അതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടാണ് നിന്നതെന്നാണ് മാക്സ് പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാക്സിന്റെ ഗേൾ ഫ്രണ്ട് താന്യ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർ പുറത്തോട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ മാക്സ് അവിടെ നിന്ന് മാറുന്ന ടൈമിൽ താന്യ തിയോയോട് പറയുന്നുണ്ട്, അലീസയുടെ കസിൻ പോളിനെ മീറ്റ് ചെയ്യണം, എന്നാലേ അവളുടെ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂന്ന് താന്യ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും അലീസയുടെ ഡയറിയാണ് പറയുന്നത്. അതിൽ അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവളും ഗബ്രിയേലും തമ്മിൽ ഒരു ചെറിയൊരു വഴക്കായി. കാരണം ഗബ്രിയേലിന്റെ കയ്യിൽ ഒരു ഗൺ അവൾ കണ്ടു. അപ്പൊ ഗബ്രിയേലിന് പക്ഷെ അതൊരു ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഗണ്ണാണ്, ഗബ്രിയേലിന്റെ ഫാദറിന്റെതാണ്. പിന്നീട് ഗബ്രിയേലിനോട് അവൾ അത് കയ്യിൽ സൂക്ഷിച്ചോളാൻ തന്നെ പറയുന്നുണ്ട്.
പിന്നെ അതിൽ അവൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പേടിയാണെന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ മനസ്സിൽ അവളുടെ അമ്മയുടെ പോലെ തന്നെ അവൾക്കും ഇനി ആ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടോ, അതായത് അമ്മ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള തോട്ട്സ് ഒക്കെ ഇനി അവൾക്കും വരുമോ എന്നൊക്കെ ഉള്ളൊരിത് കൊണ്ട് അവൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഒരു പേടിയാണ്. പക്ഷെ അവൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് ഇഷ്ടമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസത്തെ എൻട്രിയിൽ അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഗബ്രിയേൽ വീട്ടിലേക്ക് മാക്സിനെ വിളിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മാക്സ് വരുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മാക്സ് അവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. മാക്സ് അപ്പോൾ അവർ വീട്ടിലോട്ട് വിളിക്കാത്തതിലൊക്കെ ഒരുപാട് പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രിയേൽ അവനോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ഗബ്രിയേൽ പുറത്ത് ഗാർഡനിൽ നിൽക്കുന്ന ടൈമിൽ മാക്സ് അലീസിയുടെ അടുത്ത് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ അലീസിയ മാക്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ലാസ്റ്റ് ടൈം ചെയ്ത കാര്യം ഞാൻ ഗബ്രിയേലിനോട് പറയും. അതായത് മാക്സ് ലാസ്റ്റ് ടൈം അവളെ ഉപദ്രവിക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ മാക്സ് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാണ്. അവൻ അവളെ കയറി പിടിക്കുകയാണ്. അവൻ അവളോട് പറയാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് ഗബ്രിയേൽ കാണുന്നില്ല. അപ്പൊ ഗബ്രിയേലിന് മാക്സിനെ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ അവൾക്ക് അങ്ങനെ ഗബ്രിയേലിനോട് പറയാൻ പറ്റുന്നില്ല. കാരണം ഗബ്രിയേലിന് മാക്സ് അയാളെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഷോക്കായിരിക്കും. കാരണം അത്രയും ഗബ്രിയേൽ മാക്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ അലീസിയയുടെ 33ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അത് അവർ സെലിബ്രേറ്റ് ചെയ്ത ശേഷം ഗബ്രിയേൽ അലീസിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇനിയിപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ എന്ന്. അങ്ങനെ ആ ഒരു കാര്യം അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവൾ മനസ്സുകൊണ്ട് അവൾക്ക് ഇനി കുട്ടികളാവാം എന്നൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. തിയോ മാക്സിനെ കണ്ട ശേഷം തിയോ മാക്സിനോട് പിന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു റെക്കോർഡ്സിലൊന്നും അലീസിയ അങ്ങനെ ഇടയ്ക്കൊരു അവളുടെ അച്ഛൻ മരിച്ച ശേഷം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ കാര്യമൊന്നും ഒരു റെക്കോർഡ്സിലും ഇല്ലാന്ന്. അപ്പൊ മാക്സ് പറയുന്നുണ്ട് ഗബ്രിയേലിന് അത് പുറത്ത് പറയണമെന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവരൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തത് എന്ന് മാക്സ് പറയുന്നുണ്ട്. അതിനുശേഷം ഗബ്രിയേലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ആരുടെ പേരിലാണെന്ന് തിയോ മാക്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മാക്സ് പറയുന്നുണ്ട് ഗബ്രിയേൽ ആ പ്രോപ്പർട്ടീസ് മൊത്തം മാക്സിനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഓൾറെഡി അലീസയുടെ അച്ഛന്റെ ഫുൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഗബ്രിയേൽ മാക്സിനാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ ഒരു ചോദ്യം കൂടി ആവുന്ന ടൈമിൽ മാക്സിന് ദേഷ്യം വരുന്നുണ്ട്. മാക്സ് പറയുന്നുണ്ട് ഇനി എന്റെ അടുത്ത് ഈ ഒരു കാര്യം ചോദിച്ച് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാക്സ് പോകുന്നുണ്ട്. പിന്നീട് ഡിയോമെഡിസ് തിയോയോട് പറയുന്നുണ്ട്, നിങ്ങൾ മാക്സിനെ എന്തിനാണ് കോൺടാക്ട് ചെയ്തത്? മാക്സ് അപ്പോൾ അവിടെ ഗ്രോവിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് എന്നെ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡിയോമെഡിസ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നത് ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമല്ല. അലീസിയയുടെ റിലേറ്റീവ്സിനെ ഒന്നും ഇനി ഒരു കോൺടാക്ട് ചെയ്യരുത്. എന്റെ അറിവില്ലാതെ ഒരു കാര്യം ഇവിടെ ഇനി അലീസിയയുടെ കേസിൽ നടക്കരുതെന്നാണ് ഡിയോമെഡിസ് തിയോയ്ക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. തിയോ പിന്നീട് ഡിയോമെഡിസ് പറഞ്ഞത് കേൾക്കാതെ തന്നെ താന്യ പറഞ്ഞ ആ ഒരു പോളിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പോളെന്ന് വെച്ചാൽ അലീസിയയുടെ കസിനാണ്. അലീസിയയുടെ ആന്റി ലിഡിയ റോസിന്റെ മോൻ തന്നെയാണ് പോള്. അങ്ങനെ അവിടെ വെച്ച് പോളിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ പോള് പറയുന്നുണ്ട് അവർ കുഞ്ഞിലെ ഭയങ്കര അടുപ്പത്തിലായിരുന്നു. പക്ഷെ ഗബ്രിയേലിനെ കല്യാണം കഴിച്ച ശേഷം ഗബ്രിയേൽ ഭയങ്കര പൊസസീവാണ്. അതുകൊണ്ട് തന്നെ അലീസിയായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് അവർ മീറ്റ് ചെയ്തത് അലീസിയയുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്ത് മരിച്ച ടൈമിലാണെന്ന് പറയുന്നുണ്ട്. അലീസിയയുടെ അച്ഛൻ അങ്ങനെ സൂയിസൈഡ് ചെയ്ത ശേഷമാണ് അലീസിയ ആ ഒരു സൂയിസൈഡിന് ശ്രമിക്കുന്നത്. ആ ഒരു ടൈമിൽ അവിടേക്ക് അവളുടെ ആന്റി ലിഡിയ റോസ് വരുന്നുണ്ട്. അപ്പൊ അവരവിടെ വന്നിട്ട് അലീസിയെ ഭയങ്കരമായിട്ട് കേഴ്സ് ചെയ്യുന്നുണ്ട്. അലീസിയെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ അലീസിയുടെ അമ്മ മരിച്ച ശേഷം ലിഡിയ റോസ് ആണ് അലീസിയെ വളർത്തിയത്. പക്ഷെ അതിന്റെ ഒരു നന്ദിയും അവൾക്കില്ല. പിന്നെ ലിഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് വെച്ചാൽ ലിഡിയയുടെ ഒരു പിക്ചർ അവള് ഒരു ക്യാൻവാസിൽ വരയ്ക്കുകയും അതൊരു എക്സിബിഷന് വെക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവരുടെ ആ ഒരു പടം വരച്ചത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ദേഷ്യമാണ് ലിഡിയ അലീസിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം തിയോ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ലിഡിയയുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനിൽ നിന്ന് തിയോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ലിഡിയയുടെ കൂടെയാണ് അലീസിയ കുഞ്ഞുനാൾ മുതൽ ജീവിച്ചത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഈ ഒരു കേഴ്സിങ്ങും ഇങ്ങനെ ബ്ലെയിം ചെയ്ത് ഭയങ്കര ഷൗട്ടിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പൊ അവൻ അവന്റെ അച്ഛന്റെ കൂടെ ജീവിച്ചിരുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ചൈൽഡ്ഹുഡിലും ഇങ്ങനത്തെ കുറെ ട്രോമാസ് അവൾക്കും ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ തിയോ മനസ്സിലാക്കുന്നുണ്ട്. തിയോ പിന്നീട് അലീസിയയുടെ ഗാലറിസ്റ്റ് ആയിട്ടുള്ള ജീൻ ഫെലിക്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ജീൻ ഫെലിക്സും അലീസിയയും ആർട്ട് സ്കൂളോട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അലീസിയയുടെ പെയിന്റിങ്സ് ഒക്കെ കുറച്ച് ഫേമസ് ആയ ടൈമില് ജീൻ ഈ ഒരു ഗാലറി സ്റ്റാർട്ട് ചെയ്തതാണ്. ഗബ്രിയേലുമായിട്ട് ജീനിന് അത്ര കണക്ഷൻ ഒന്നുമില്ല. ആ ഒരു മർഡർ നടക്കുന്നതിന് മുന്നത്തെ ദിവസം ജീൻ അലീസിയയുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അവളുടെ വർക്കൊക്കെ എത്രത്തോളം ആയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ പോയത്. അതിനുശേഷം ജീൻ അലീസിയയുടെ പെയിന്റിങ്സ് ഒക്കെ തിയോയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു കാർ ആക്സിഡന്റിന്റെ ഒരു പെയിന്റിംഗ് ഉണ്ട്. അത് അവളുടെ അമ്മയായിട്ടുള്ള ഒരു കാർ ആക്സിഡന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ഗബ്രിയേലിനെ ജീസസ് ആയിട്ട് വരച്ചിരിക്കുന്ന ആ ഒരു പെയിന്റിംഗ് കാണുന്നുണ്ട്. പിന്നീട് അവളുടെ ആന്റി ലിഡിയ റോസിന് ഇഷ്ടപ്പെടാത്ത അവരെ വരച്ച ഒരു പിക്ചർ അവിടെ കാണുന്നുണ്ട്. പിന്നീട് ആൽസെസ്റ്റിസും കാണുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങാൻ നേരം ജീൻ തിയോയോട് പറയുന്നുണ്ട്, അലീസിയയുടെ പെയിന്റും
ബ്രഷും ഒക്കെ വേണമെങ്കിൽ തരാം, അവളോട് വീണ്ടും പെയിന്റിങ്സ് ഒക്കെ ചെയ്യാൻ പറയണമെന്ന്. ആ ഒരു ടൈമിൽ അവളോട് അത്ര ഇഷ്ടമുള്ള ആളാണ് ജീനെന്ന് തിയോയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലാവുന്നുണ്ട് തിയോയ്ക്ക് അവളോടല്ല ഇഷ്ടം, അവളെക്കാളും ഇഷ്ടം കൂടുതലുള്ളത് അവളുടെ ആ ഒരു പെയിന്റിങ്സിനോടാണ്. അവൾ വീണ്ടും വരച്ചാൽ ജീനിന് അത് വീണ്ടും എക്സിബിഷന് വെക്കാം എന്നുള്ള ഒരു കാര്യമാണ് ജീൻ ഉദ്ദേശിക്കുന്നതെന്ന് തിയോ അപ്പൊ വിചാരിക്കുന്നുണ്ട്. പിന്നീട് തിയോ ആൽസെസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് പ്ലേയുടെ സ്റ്റോറി നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആൽസെസ്റ്റിസിന്റെ ഹസ്ബൻഡ് ആണ് ആഡ്മൻഡസ്. ഈ ആഡ്മൻഡസ് മരിക്കാറായ ഒരു ടൈമിൽ ദൈവം ആഡ്മൻഡസിനോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഒരാളെങ്കിലും മരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഞാൻ സേവ് ചെയ്യാമെന്ന്. അപ്പോൾ ആഡ്മൻഡസ് അവന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട് അവന് വേണ്ടിയിട്ട് മരിക്കുമെന്ന്. പക്ഷെ അവരാരും തയ്യാറാവുന്നില്ല. ആ ഒരു ടൈമിൽ ആഡ്മൻഡസ് അവന്റെ വൈഫ് ആൽസെസ്റ്റിസിനോട് ചോദിക്കുകയും ആൽസെസ്റ്റിസ് അതിന് തയ്യാറാവുകയും അവൾ അങ്ങനെ മരിക്കുന്നതായിട്ടുമാണ് പറയുന്നത്. പക്ഷെ അവസാനം ആൽസെസ്റ്റിസ് മരിക്കുന്നില്ല. പിന്നീട് മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ആൽസെസ്റ്റിസ് ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറിയുമായിട്ട് അലീസിയക്ക് എന്തോ ഒരു ക്ലൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് തിയോ ആലോചിച്ചിട്ട് തിയോയ്ക്ക് കിട്ടുന്നില്ല. ഇനി വീണ്ടും അലീസിയയുടെ ഡയറിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഓഗസ്റ്റ് 2 തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓഗസ്റ്റ് 25-നാണ് ഗബ്രിയേൽ മരിക്കുന്നത്. അതിൽ പോള് അലീസിയെ വിസിറ്റ് ചെയ്യാൻ വന്നതായിട്ടാണ് പറയുന്നത്. പോളിന്റെ കുറച്ച് പൈസയൊക്കെ പോയിട്ട് പോളിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അലീസിയെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പൊ അലീസിയ ഒരു 2000 പൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനത് പോരായിരുന്നു, അവന് കുറച്ചുകൂടി വേണമായിരുന്നു. അപ്പൊ ഗബ്രിയേൽ അറിയാതെ അവൾക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗബ്രിയേൽ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, പോളിനെ സഹായിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അലീസിയക്ക് പോളിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴും പോളിന് ലൈഫ് ഒന്നും സെറ്റിൽ ആയിട്ടില്ല. പോൾ ഇപ്പോഴും ലിഡിയയുടെ കൂടെ അവരെ സഹിച്ചിങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് അവൾക്ക് ഒരു ചെറിയൊരു കഷ്ടം തോന്നുന്നുണ്ട്. ലിഡിയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഒരു ദിവസം ജീൻ ഫെലിക്സ് അവളുടെ സ്റ്റുഡിയോയിൽ വരുന്നതായിട്ടും അവളുടെ ജീസസിന്റെ പെയിന്റിങ്ങിന്റെ വർക്ക് എത്രയുമായി അതിനെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ജീൻ ഫെലിക്സ് അവിടെ വരുന്നതായിട്ട് പറയുന്നുണ്ട്. ജീൻ അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് അലീസിയക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അലീസിയ ജീനിനോട് പറയുന്നുണ്ട് അവളോട് ചോദിക്കാതെ ഇനി അവളുടെ സ്റ്റുഡിയോയിൽ വരരുതെന്ന്. അപ്പൊ ജീനിന് അത് കുറച്ചൊരു ഹേർട്ട് ആവുന്നുണ്ട്. പിന്നീട് അവൾ പറയുന്നുണ്ട് ഞാൻ ഇനി ഗാലറിയിൽ നിന്ന് ഇതുകൂടി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുവാണ്, ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ ഇനി കാണത്തില്ല, അവന്റെ ഗാലറി വിടുവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ജീനിന് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് ജീൻ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പോകരുത്, ഇത് ഗബ്രിയേൽ പറഞ്ഞിട്ടാണോ ഇവിടുന്ന് മാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇതിന് ഗബ്രിയേലുമായിട്ട് ബന്ധമൊന്നുമില്ല, ഞാനായിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കുവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജീൻ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്ലേ കാണാൻ വേണ്ടിയിട്ട്, അതിന് എന്റെ കൂടെ വരണമെന്ന് പറയും. അപ്പൊ അവള് അതിനെന്തായാലും കൂടെ പോവാം എന്നുള്ള രീതിയിൽ ജീനിനോട് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഗബ്രിയേൽ വരുന്ന സമയത്ത് ഗബ്രിയേലിനോട് അലീസിയ പറയുന്നുണ്ട് ഇങ്ങനെ ജീൻ വന്നതും അവൾ ഇങ്ങനെ അവിടുന്ന് നിർത്തുവാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഗബ്രിയേൽ പറയുന്നത് ഗബ്രിയേലിന് ജീനിനെ ഇഷ്ടമല്ല, ജീനിന് ശരിക്കും അലീസിയോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ഗാലറിയിൽ നിൽക്കണ്ട, അത് നിർത്തണം, അയാളുടെ കൂടെ പ്ലേക്ക് പോകണ്ടെന്നൊക്കെയാണ് ഗബ്രിയേൽ പറയുന്നത്. പക്ഷെ അലീസിയക്ക് ജീനിന്റെ കൂടെ ആ ഒരു പ്ലേക്ക് പോയിട്ട് ഒരു നല്ല രീതിയിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എൻഡ് ചെയ്യണമെന്നാണ് ഉള്ളത്. അപ്പൊ അവര് പോവാൻ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു പ്ലേ അതിലെയാണ് ആ ഒരു ആൽസെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു പ്ലേ കണ്ട ശേഷമാണ് അവൾക്ക് ആ ഒരു ആൽസെസ്റ്റിസിന്റെ സ്റ്റോറി അറിയുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പെയിന്റിംഗ് ആണ് അവൾ പിന്നീട് വരച്ചിരിക്കുന്നതും. തിയോ പിന്നീട് ഡിയോമെഡിസിനോട് ആൽസെസ്റ്റിസിന്റെ സ്റ്റോറി പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാവും ആൽസെസ്റ്റിസ് ലാസ്റ്റ് സൈലന്റ് ആയതെന്ന്. അപ്പൊ ഡിയോമെഡിസ് പറയുന്നതെന്ന് വെച്ചാൽ അവൾ ആ ഒരു മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് അവൾക്ക് അവളുടെ ഹസ്ബൻഡ് അവളെ ചതിച്ചതുപോലെ തോന്നി. കാര്യം അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാള് ആൽസെസ്റ്റിസിനെ മരിക്കാനും അയാൾ റെഡി ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആഡ്മൻഡസ് അവളെ ചതിച്ചു എന്നുള്ള ഒരു ഇത് ആൽസെസ്റ്റിസിന് വന്നു. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഒക്കെ കൂടിയിട്ടാണ് അവള് പിന്നീടൊന്നും സംസാരിക്കാത്തതെന്ന് ഡിയോമെഡിസ് പറയുന്നു. തിയോ പിന്നീട് ഡിയോമെഡിസിനോട് ആവശ്യപ്പെടുന്നുണ്ട് അലീസിയെ കൊണ്ട് വീണ്ടും പെയിന്റ് ചെയ്യിക്കണമെന്ന്. അപ്പൊ ആ ഒരു ടൈമിൽ ഡിയോമെഡിസ് പറയുന്നതെന്ന് വെച്ചാൽ അവളുടെ ഒരു ആർട്ട് തെറാപ്പിസ്റ്റ് ഉണ്ട്, റൊവേന എന്നാണ് പേര്, അവരോട് ചോദിക്കണമെന്ന്. അപ്പൊ അവരോട് ചോദിക്കുന്ന ടൈമിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പിന്നീട് അവർ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് തിയോയും അലീസിയയും കൂടി ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ തിയോ അലീസിയോട് പറയുന്നുണ്ട് അയാൾ ജീൻ ഫെലിക്സിനെ കണ്ടു, അവരുടെ ആ ഒരു ഗാലറിയിൽ പോയിരുന്നു എന്ന്. അപ്പൊ ആ ഒരു ടൈമിൽ ജീൻ ഫെലിക്സിന്റെ പേര് പറയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് അലീസിയയുടെ ഫേസിലുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഇല്ല. അപ്പൊ അതിനുശേഷം തിയോ പറയുന്നുണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് പെയിന്റിങ്സ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കാർ ആക്സിഡന്റിന്റെ പിക്കില് അമ്മ മാത്രമേ ഉള്ളല്ലോ, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവേണ്ടതാണല്ലോ, അലീസിയയുടെ പിക്ചർ അതിൽ ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് തിയോ ഇങ്ങനെ നോക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നീട് ആൽസെസ്റ്റിസിന്റെ കാര്യമാണ് അലീസിയോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആൽസെസ്റ്റിസ് പിന്നീട് സംസാരിക്കാഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അലീസിയ ഒന്നും പറയുന്നില്ല, തിയോയെ നോക്കുന്ന മാത്രമേ ഉള്ളൂ. അതിനുശേഷം തിയോ പറയുന്നുണ്ട് ഞങ്ങൾ അലീസിയക്ക് പെയിന്റും ബ്രഷും തന്നാൽ അലീസിയ വീണ്ടും വരയ്ക്കാൻ റെഡിയാണോ? ഡിയോമെഡിസിനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റൊവേനെ സമ്മതിച്ചിട്ടുണ്ട്, ഇനി അലീസിയയുടെ ഡിസിഷൻ ആണെന്ന് പറയുന്നുണ്ട്.
ആ ഒരു ടൈമിൽ അലീസിയ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ അങ്ങനെ ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അവൾക്ക് പെയിന്റ് ചെയ്യാൻ വീണ്ടും ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിൽ. പിന്നീട് തിയോ ജീനിനെ വിളിച്ചിട്ട് അലീസിയയുടെ ആർട്ട് സപ്ലൈസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അലീസിയ അറസ്റ്റ് ആയ ശേഷം അലീസിയയുടെ സ്റ്റുഡിയോയിൽ നിന്നും ജീൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് തരുമെന്ന് ചോദിക്കുന്ന ടൈമിൽ ജീനിന് അങ്ങോട്ട് വരാൻ ഒരു മടിയുള്ളതായിട്ട് തിയോയ്ക്ക് മനസ്സിലാവുന്നു. തിയോ ചെന്നെടുക്കണം എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ തന്നെ തിയോയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. ജീൻ എന്തുകൊണ്ട് അലീസിയെ ഫേസ് ചെയ്യാൻ ഇത്ര മടി എന്നുള്ളൊരു കാര്യം തിയോയ്ക്ക് തോന്നുന്നുണ്ട്. ഇതിനിടയിൽ തിയോയുടെയും ക്യാത്തിയുടെയും കാര്യം വരുന്നുണ്ട്. തിയോ പിന്നീട് ക്യാത്തിയുടെ മെയിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അത് ലോഗൌട്ട് ആണ്. അപ്പൊ തിയോ വിചാരിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം തിയോയുടെ തോന്നലാണോ, കാരണം അതിന് ഇനിയിപ്പോൾ പ്രൂഫ് ഒന്നുമില്ല. അപ്പൊ ക്യാത്തി ഇവിടെ വരുന്ന സമയത്ത് ക്യാത്തിയുടെ റിഹേഴ്സലിന്റെ കാര്യമൊക്കെ ചോദിക്കുന്ന ടൈമിൽ ക്യാത്തി അവളുടെ ഡയറക്ടർ ടോണിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ തിയോയ്ക്ക് ഒരു സംശയം വരുന്നുണ്ട്, ഇനി ക്യാത്തിയുടെ കൂടെ ഉള്ളത് ആ ടോണി എന്ന് പറയുന്ന ആളാണോ എന്നൊരു സംശയം വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്യാത്തി പറയുന്നുണ്ട് എനിക്ക് 7 മണിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം, നിക്കോൾ എന്ന് പറയുന്ന ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെ കാണാനെന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ തിയോ വിചാരിക്കുന്നുണ്ട് അവളെ ഫോളോ ചെയ്ത് പോവാം, അവൾ പോകുന്നത് ആരെ കാണാനാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം തിയോ ക്യാത്തിയുടെ പുറകെ പോകുന്നതായിട്ടാണ് പറയുന്നത്. തിയോ ഒളിച്ചു നിന്ന് നോക്കുന്ന ടൈമിൽ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. പക്ഷെ അത് ക്യാത്തിയുടെ ഫ്രണ്ട് നിക്കോൾ തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാത്തി പറഞ്ഞത് സത്യമാണെന്നുള്ളത്. അപ്പൊ തിയോയ്ക്ക് വീണ്ടും ആകെ ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പിന്നീട് വീണ്ടും അലീസിയയുടെ കാര്യമാണ് പറയുന്നത്. അലീസിയയ്ക്ക് വേണ്ടിയിട്ട് യൂറി അവിടെ ഒരു സ്റ്റുഡിയോയുടെ ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അവർ നിൽക്കുന്ന ആ ഒരു ഗോൾഡ് ഫിഷ് ബൗളിന്റെ തൊട്ടടുത്തുള്ള ഒരു യൂസ് ചെയ്യാത്തൊരു റൂമുണ്ട്, അവിടെ ഒരു സ്റ്റുഡിയോ പോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അലീസിയ അവിടെ വന്നപ്പോൾ തന്നെ അലീസിയ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ആ ഒരു പെയിന്റ് ബ്രഷും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അവൾ അപ്പൊ തന്നെ അതിൽ വരയ്ക്കാൻ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് തിയോ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസം എടുത്തിട്ടാണ് അവൾ ആ ഒരു പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവൾ വരച്ചു കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ആ ഒരു പിക്ചറിലുള്ള എന്താന്ന് വെച്ചാൽ ഗ്രോവിന്റെ പിക്ചറാണ്. ഗ്രോവിൽ ഫുള്ള് തീ പിടിച്ചിരിക്കുന്നു. അതിൽ നിന്ന് 2 പേര് പുറത്തേക്ക് വരുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതായത് അലീസിയെ എടുത്തുകൊണ്ട് തിയോ പുറത്തേക്ക് വരുന്നതായിട്ടാണ് അതിൽ വരച്ചിരിക്കുന്നത്. ഈ ഒരു പിക്ചർ കാണുന്ന ടൈമിൽ തിയോയ്ക്ക് ആകെ സംശയമാവുന്നുണ്ട്, ഇതെന്താണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, തിയോ അവളെ രക്ഷിക്കുന്നതായിട്ടാണ് അവൾ വരച്ചിരിക്കുന്നത്, അതോ ഇനി തിയോ അവളെ തിരിച്ച് തീയിലേക്ക് ഇടുന്നു എന്നുള്ള രീതിയിലാണ് അവൾ വരച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് തിയോയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നീട് ഗ്രോവിലേക്ക് അലീസിയയുടെ നൈബർ ആയിട്ടുള്ള ബാർബി ഹെൽമാൻ എന്ന് പറയുന്ന ഒരു ലേഡി വരുന്നതായിട്ടും അവർ അലീസിയെ കാണണമെന്ന് പറയുന്നു. അങ്ങനെ അലീസിയെ കണ്ടിട്ട് അവർ കുറെ നേരം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അലീസിയ ഒന്നും സംസാരിക്കുന്നില്ല. ഇവരാണ് ഗബ്രിയേൽ മരിച്ചു എന്നുള്ള രീതിയിൽ പോലീസിനെ വിളിച്ച് അറിയിച്ചത്. അതിനുശേഷം തിയോ ബാർബി ഹെൽമാന്റെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവർ അലീസിയെ കുറിച്ച് ചോദിക്കുന്ന ടൈമിൽ ബാർബി ഹെൽമാന് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്നും അവർ പലതും പോലീസിനോട് പറഞ്ഞിട്ട് പോലീസുകാർ ഒരു ഇൻട്രസ്റ്റും കാണിച്ചിട്ടില്ല. അലീസിയയുടെ കയ്യിൽ ആ ഒരു ഗണ്ണും അലീസിയ തന്നെയാണ് ഗബ്രിയലിന്റെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തത് എന്നുള്ളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസുകാർ വേറൊരു സ്റ്റോറിയിലേക്കും ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ള കാര്യം ബാർബി ഹെൽമാൻ പറയുന്നുണ്ട്. അപ്പൊ ബാർബി പറയുന്നത് എന്താന്ന് വെച്ചാൽ അലീസിയ ഒരിക്കലും ആരെയും കൊല്ലത്തില്ല. ആ ഒരു മരണത്തിനും കുറച്ചു ദിവസം മുന്നേ അലീസിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാർബി ഹെൽമാൻ പറയുന്നതെന്ന് വെച്ചാൽ അലീസിയ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ എപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്, ആരാണെന്ന് അറിയത്തില്ല, ഒരു സ്ട്രേഞ്ചർ ആണ്, അവളെ എപ്പോഴും അയാൾ അവളുടെ വീടിന് പുറത്തുനിന്ന് നോക്കുന്നതായിട്ട് അവൾ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അലീസിയ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മർഡറിന് കുറച്ച് ആഴ്ചകൾക്ക് മുന്നെയാണ് അയാളെക്കുറിച്ച് ബാർബിയോട് അലീസിയ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും അവളുടെ വീടിന് പുറത്ത് ആ ഒരു സ്ട്രീറ്റിനടുത്ത് നിന്ന് അവളെ നോക്കുന്നതായിട്ട് അവൾക്ക് തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ബാർബി ഹെൽമാൻ പറയുന്നുണ്ട്. അതിനുശേഷം അവളൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ബാർബി ഹെൽമാനെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫോട്ടോയിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഒരു മരത്തിന്റെ അടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നത്, അതൊരു ദൂരെ നിൽക്കുന്ന ഒരു പിക്ചറാണ്. അങ്ങനെ ആ കാര്യം പറയുന്ന ടൈമിൽ ബാർബി ഹെൽമാൻ അലീസിയോട് പറയുന്നുണ്ട് പോലീസിനെ ഇൻഫോം ചെയ്യണം, ഗബ്രിയേലിനോട് പറയണമെന്നൊക്കെ. അപ്പോൾ അവൾ ഗബ്രിയേലിനോട് പോലും പറയാൻ അവൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഗബ്രിയേൽ അവളെ വിശ്വസിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ അവളോട് പോലീസ് സ്റ്റേഷനിൽ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അത് സമ്മതിച്ചില്ല. പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം അലീസി എന്നോട് പറഞ്ഞു അത് അവൾക്ക് തോന്നിയതാണ്, അങ്ങനെ ഒരാളില്ല. എന്നിട്ട് എന്നോട് ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ ഈ ഫോട്ടോ പോലീസുകാരെയും കാണിച്ചാണ്. പക്ഷെ പോലീസുകാർ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ബാർബി ഹെൽമാൻ പറയുന്നുണ്ട്. പിന്നീട് തിയോ ഗ്രോവിൽ നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് എലിഫ് ഭയങ്കരമായിട്ട് അലറിക്കൊണ്ട് വരുന്ന സൗണ്ട് കേട്ടിട്ട് എല്ലാവരും നോക്കുന്ന ടൈമിൽ എലിഫിന്റെ കണ്ണില് ഒരു എന്തോ കുത്തിയിരിക്കുകയാണ്. അപ്പൊ അവളെ ഉപദ്രവിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. അലീസിയെ നോക്കുന്ന ടൈമിൽ അലീസിയ എല്ലാവരും കൂടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലീസിയ എലിഫിന്റെ കണ്ണിൽ അവളുടെ പെയിന്റ് ബ്രഷ് വെച്ച് കുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അലീസിയ ഭയങ്കര കാമായിട്ടാണ് നിൽക്കുന്നത്. അലീസിയ ഒട്ടും വയലന്റ് ഒന്നുമല്ല. അപ്പൊ ആ ഒരു അലീസിയ അങ്ങനെ നിൽക്കുന്ന കാണുന്ന ടൈമിൽ തിയോയ്ക്ക് ഭയങ്കരമായിട്ടൊരു പേടി തോന്നുന്നുണ്ട്. കാരണം അലീസിയ ഈ കാണുന്ന ആളല്ല. കാരണം അത്രയും ക്രൂരമായിട്ടാണ് ആ ഒരു ടൈമിൽ
എലിഫിനെ അവൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. എലിഫിനോട് പിന്നീട് തിയോ ചോദിക്കുന്ന ടൈമിൽ എലിഫ് അവളുടെ ആ ഒരു പെയിന്റിങ്ങിൽ സ്ലട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എലിഫ് അലീസയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തിയോയെ കുറിച്ചും അലീസയെ കുറിച്ചും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് അലീസ അവളുടെ കണ്ണിൽ കുത്തുന്നത്. അതിനുശേഷം പിന്നീട് അതവിടെ വലിയ പ്രശ്നമാവുന്നുണ്ട്. ഡിയോമെഡിസ് മീറ്റിംഗ് വിളിച്ചിട്ട് തിയോയ്ക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മെഡിസിൻ കുറച്ചതിന്റെ എഫക്റ്റ് ആണെന്നുള്ളതാണ് ഇപ്പൊ ഡിയോമെഡിസിൻ പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റീനും സ്റ്റെഫാനിയും എല്ലാവരും ചേർന്നിട്ട് തിയോയോട് പറയുന്നുണ്ട് ഇനി ഈ ഒരു തെറാപ്പി ഒന്നും വേണ്ട, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ കാരണം അപ്പോൾ ഡിയോമെഡിസിൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം പുറത്തോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റുകാർ ഈ ഗ്രോവ് എത്രയും പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഇവിടെ അനുവദിക്കില്ല എന്നുള്ള കാര്യം ഡിയോമെഡിസ് തീർത്തും പറയുന്നുണ്ട്. പിന്നീട് ഒരു വട്ടം കൂടി തിയോ അലീസയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവളോട് പറയുന്നുണ്ട് ഈ ഒരു തെറാപ്പി ഒക്കെ ഇനി ടെർമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എലിഫിനെ എന്തിനാണ് അറ്റാക്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ മിണ്ടുന്നില്ല. അവസാനം തിയോ പോവാനാവുന്ന ടൈമിൽ അലീസിയ അവളുടെ ഡയറി എടുത്തിട്ട് തിയോയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൊ അവൾ ഉദ്ദേശിക്കുന്നത് അവളുടെ ഡയറി തിയോ വായിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നേരം ആ ഡയറിയിൽ കണ്ട കാര്യങ്ങളൊക്കെ തിയോ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇനി ഈ ബുക്കിന്റെ പാർട്ട് 3 ആണ്. ഈ ഒരു പാർട്ട് 3 എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ആണ്. അലീസയുടെ ഡയറി മാത്രം പറയുന്ന ഒരു പാർട്ടാണിത്. അപ്പൊ ഞാൻ ഇനി ആ ഒരു ഡയറിയിലുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഡയറിയിൽ ആദ്യം പറയുന്നത് ഓഗസ്റ്റ് 8 കാര്യമാണ്. അപ്പൊ അതിൽ അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. ഞാൻ കിച്ചണിൽ കോഫി ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ വിൻഡോയിൽ കൂടെ നോക്കിയ സമയത്ത് എൻ്റെ വീട് നോക്കിയിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടു. കുറച്ച് ദൂരെയുള്ള ഒരു സ്ട്രീറ്റിന്റെ റോഡ് സൈഡിൽ നിന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ എൻ്റെ വീട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അയാൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അയാൾ ഒരു സൺഗ്ലാസും വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു കള്ളനാണോ എന്നറിയില്ല, അതോ ഇനി നോർമൽ ആയിട്ടുള്ള ഒരാൾ അവിടെ വഴി നിൽക്കുന്നതാണോ എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാളെ കണ്ടില്ല എന്ന് അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഓഗസ്റ്റ് 10 കാര്യമാണ് പറയുന്നത്. അതിൽ അവൾ ജീനുമായിട്ട് ആ ഒരു പ്ലേ കാണാൻ വേണ്ടിയിട്ട് പോയതും ആ ഒരു ആൽസെസ്റ്റസിന്റെ സ്റ്റോറി അവൾക്ക് ഇഷ്ടപ്പെട്ടതും ആൽസെസ്റ്റസിന്റെ പെയിന്റിങ് അവൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് ജീനുമായിട്ട് സംസാരിച്ചതും ജീൻ അവൾ ഗാലറിയിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞ് കുറെ പറഞ്ഞായിരുന്നു. പക്ഷെ അവൾ എന്തായാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല എന്നതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അവള് ഓഗസ്റ്റ് 11 വീണ്ടും അയാളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. വീടിനടുത്തുള്ള ഒരു ബെഞ്ചിൽ നിന്നിട്ട് അവളുടെ വീട്ടിലോട്ട് തന്നെ നോക്കുന്നതായിട്ടാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ അവൾക്ക് തോന്നി ഇനി അയാൾ വല്ല അവളെ പോലെ വല്ല പെയിന്ററോ വല്ലതും ആണോ, ഇനി ആ ഒരു വീടിന്റെ സ്കെച്ച് നോക്കാൻ വേണ്ടി വല്ല ഇരിക്കുകയാണോ എന്നൊരു സംശയമൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അവൾ ഗബ്രിയേലിനെ വിളിക്കുന്ന സമയത്ത് ഗബ്രിയേൽ ഭയങ്കര ബിസി ആയിരുന്നു. ഗബ്രിയേൽ പറഞ്ഞു അവൾക്കത് തോന്നുന്നതാണെന്ന്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഓഗസ്റ്റ് 13 അവൾ പിന്നെയും അയാളെ കാണുന്നുണ്ട്. അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് അവളെ വീട് നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അവൾക്കത് ജീൻ ആണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അവളത് ഗബ്രിയേലിനോട് പറയുന്ന സമയത്ത് ഗബ്രിയേൽ ജീനിനെ വിളിച്ച് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അലീസിയ പറയുന്നുണ്ട് വേണ്ട, ജീനോടൊന്നും ചോദിക്കേണ്ട, ജീൻ അല്ലായിരിക്കും എന്നാണ് അലീസിയ പറയുന്നത്. അപ്പൊ ഗബ്രിയേൽ പിന്നെയും പറയുന്നത് അത് നിന്റെ തോന്നലാണെന്നാണ്. പിന്നീട് ഓഗസ്റ്റ് 14 കാര്യമാണ് പറയുന്നത്. അന്ന് അവൾ വീട്ടിൽ നിന്ന് നോക്കുന്ന ടൈമിൽ അടുത്തുള്ള ഒരു പാർക്കിൽ അയാൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ചെന്ന് നോക്കുന്ന ടൈമിൽ അയാളെ കാണത്തില്ല. അങ്ങനെ അവൾ നോക്കുമ്പോൾ അവൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോണ്ടിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് അയാളുടെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ക്ലിയർ ആയിട്ടൊരു ഫോട്ടോ കിട്ടുന്നില്ല. അപ്പൊ അവളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ജീനാണോ ഇത്, ജീനാണെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, എന്റെ പുറകെ വരരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അയാൾ അവളെ കാണുന്നില്ല. അങ്ങനെ അവൾ പേടിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിലെത്തിയിട്ട് വീണ്ടും ജനലിൽ കൂടി നോക്കുന്ന ടൈമിൽ അയാൾ വീണ്ടും അവളെ നോക്കിയിട്ട് അവിടെ തന്നെ നിപ്പുണ്ട്. ആ ഒരു ടൈമിൽ അവളുടെ വീട്ടിലേക്ക് അവളുടെ നൈബർ ആയിട്ടുള്ള ബാർബി ഹെൽമാൻ വരുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവരോട് അവൾ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ നോക്കുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ടിട്ടില്ല. അപ്പൊ ബാർബി പറയുന്നതെന്ന് വെച്ചാൽ പോലീസിന്റെ അടുത്തോ അല്ലെങ്കിൽ ഗബ്രിയേലിന്റെ അടുത്തോ പറയണം എന്നാണ്. പക്ഷെ അവൾ ഇനി ഗബ്രിയേലിന്റെ അടുത്ത് പറയില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഗബ്രിയേൽ അവളെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പോലീസിനോട് പറയാനും അവൾ സമ്മതിക്കുന്നില്ല. ബാർബിയെ അവൾ ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ഫോട്ടോ കണ്ട ഒരു കാര്യമില്ലായിരുന്നു. പിന്നീട് അന്നത്തെ ദിവസം വെളുപ്പിനെ 4 മണിക്കുള്ള കാര്യമാണ് അവൾ എഴുതിയിരിക്കുന്നത്. അതിൽ അവളൊരു പുറത്തൊരു സൗണ്ട് കേട്ടിട്ട് അവൾ എണീറ്റ് നോക്കുന്ന സമയത്ത് അവിടെ ആരോ നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട് ഗാർഡന്റെ അടുത്ത്. അവൾ അങ്ങനെ പെട്ടെന്ന് പേടിച്ച് ഗബ്രിയേലിനെ വിളിക്കുന്ന സമയത്ത് ഗബ്രിയേല് ആകെ ടയേർഡായിരുന്നു. ഗബ്രിയേലിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഗബ്രിയേൽ പോയി നോക്കുന്ന ടൈമിൽ അവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ ഗബ്രിയേൽ അവളോട് കുറച്ച് ഷൗട്ട് ചെയ്തിട്ട് നീ ഇതൊന്ന് നിർത്തുന്നു പറഞ്ഞിട്ട് ഗബ്രിയേൽ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് അപ്പൊ ഓഗസ്റ്റ് 15 അപ്പൊ ഗബ്രിയേൽ പറയുന്നുണ്ട് നമുക്കൊരു ഡോക്ടറിനെ പോയി കാണാവുന്ന. അപ്പൊ അലീസിയ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ ഗബ്രിയേൽ പറയുന്നത് എന്തായാലും ഒരു ഡോക്ടറിനെ കാണണമെന്നാണ് പറയുന്നത്. ഡോക്ടർ വെസ്റ്റിന് അപ്പോയിന്റ്മെന്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ കൂടെ പോവാൻ തീരുമാനിക്കുന്നു.
പിന്നീട് ഓഗസ്റ്റ് 16 ഡോക്ടർ വെസ്റ്റിനെ കാണാൻ പോകുന്നതാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. ആളിനെ കണ്ടതും ആളിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്റെ ഇമാജിനേഷൻ തന്നെയാണെന്നാണ്. അപ്പൊ ലാസ്റ്റ് ടൈം ഈ ഡോക്ടറിനെ കാണാൻ പോയത് അവളുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്ത ശേഷം അലീസിയെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ്. അന്ന് ഈ ഡോക്ടറിന്റെ അടുത്താണ് ഗബ്രിയേൽ കൊണ്ടുപോയത്. ഇത് ഗബ്രിയേലിന്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഡോക്ടർ പറയുന്നത് എനിക്ക് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും വീണ്ടും എന്റെ പ്രശ്നമാണെന്നാണ്. പക്ഷെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, കാരണം അന്ന് എനിക്കതൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഉള്ള കാര്യമാണ്, ഞാൻ ഒരാളെ കാണുന്നുണ്ട്. പക്ഷെ ഡോക്ടറും ഗബ്രിയേലും വിശ്വസിക്കുന്നില്ലായിരുന്നു. അവരെനിക്ക് മെഡിസിൻ തരും, പിൽസ് കഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഗബ്രിയേൽ എന്നെ കൊണ്ട് ആ ഒരു മരുന്ന് കഴിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗബ്രിയേൽ പോയ ശേഷം ഞാൻ ആ ഒരു ടാബ്ലറ്റ് തുപ്പിക്കളഞ്ഞു, കാരണം എനിക്കിനി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നീട് ഓഗസ്റ്റ് 17 അവൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഡയറി എവിടെയെങ്കിലും ഒളിച്ചു വെക്കുവാണ്, കാരണം ഇത് ഗബ്രിയേൽ എങ്ങാനും കണ്ടാൽ ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് കണ്ടാൽ ഭയങ്കര പ്രശ്നമാകും. അവൾക്ക് ആകെ എല്ലാം പറയാൻ പറ്റുന്നത് ഈ ഡയറിയിൽ മാത്രമേ ഉള്ളൂ. വേറെ ആരും അവൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്നൊക്കെ അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അവൾ ഓഗസ്റ്റ് 21 എഴുതിയിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് 3 ദിവസം അവൾ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അവൾ എപ്പോഴും ഇങ്ങനെ പുറത്ത് അയാൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ അവൾ പുറത്തു പോകുന്ന സമയത്ത് അയാൾ അവളുടെ മുന്നിൽ വന്നാൽ പോലും അവൾക്കത് ആരാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആരെ വേണമെങ്കിലും അവൾ സംശയിക്കണം. പിന്നെ അവൾ അടുത്ത ദിവസം എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഓഗസ്റ്റ് 22 അവൾക്ക് എന്തോ ഒരു പേടി വരുന്നുണ്ട്. അപ്പൊ അവൾ അതുകൊണ്ട് തന്നെ ഗബ്രിയേലിന്റെ ആ ഒരു ഗൺ അവളുടെ അടുത്തെടുത്ത് വെക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ എമർജൻസിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഓഗസ്റ്റ് 23 കാര്യമാണ് അലീസി എഴുതിയിരിക്കുന്നത്. അതിൽ അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ അവൾക്ക് തന്നെ സംശയമുണ്ട് അവൾ ഇതെല്ലാം ഇമാജിൻ ചെയ്യുന്നതാണോന്ന്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു സമാധാനം കിട്ടുന്നില്ല. അവൾക്കിപ്പോ പ്രോപ്പറായിട്ട് പെയിന്റിംഗ് പോലും പറ്റുന്നില്ല എന്ന് അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ അന്നത്തെ ദിവസം ഗബ്രിയേൽ പറയുന്നുണ്ട് അടുത്ത ദിവസം മാക്സുമായിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ഡിന്നറിന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൂടി കേട്ടപ്പോൾ അലീസിക്ക് ആകെ മൂഡ് ഓഫ് ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ മാക്സിന്റെ കാര്യം പറയുമ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട് ഇനി അവളെ ഫോളോ ചെയ്യുന്നത് മാക്സ് ആണോ, കാരണം അവളെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്നത് മാക്സ് ആണ്. അപ്പൊ അടുത്ത ദിവസം കാണുമ്പോൾ മാക്സിനോട് ചോദിക്കണം എന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് 24 മാക്സിനെ മീറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ മാക്സിന്റെ കൂടെ മാക്സിന്റെ ഗേൾ ഫ്രണ്ട് താനിയം വന്നിട്ടുണ്ട്. മാക്സിനെ ഒറ്റയ്ക്ക് കാണുന്ന ടൈമിൽ അലീസിയ മാക്സിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാക്സ് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അലീസിയ പറയുന്നത് നീ എന്നോട് കള്ളം പറയുവാണ്, എനിക്കറിയാം നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്, ഞാൻ നിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ മാക്സ് പിന്നെയും പറയും ഞാൻ അല്ല എന്ന് പറയുന്ന ടൈമിൽ അലീസിയക്ക് ദേഷ്യം വന്നിട്ട് അലീസിയ മാക്സിനൊരു അടി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ അടിക്കുന്നത് മാക്സിന്റെ ഗേൾഫ്രണ്ട് താനിയെ കാണുകയും താനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അലീസിയ അതിൽ എഴുതിയിരിക്കുന്നത് ഇനി മാക്സ് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അലീസിയ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പിന്നീട് എഴുതിയിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഓഗസ്റ്റ് 25 കാര്യമാണ്. അന്നത്തെ ദിവസമാണ് ഗബ്രിയേൽ മരിക്കുന്നത്. അപ്പൊ അതിൽ അവൾ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോ പുറത്തൊരു സൗണ്ട് കേട്ടു, പുറത്താരോ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അയാളാണെന്ന്. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാല് എനിക്ക് അയാളുടെ സൗണ്ട് കേൾക്കാം, അയാൾ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ വീടിനകത്ത് കയറിയിട്ടുണ്ട്, ഇപ്പൊ അയാൾ വീടിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു ഡയറി തീരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ബാക്കി എന്താ നടന്നെന്നുള്ളത് ആ ഒരു ഡയറിന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാർട്ട് 3 വരുന്നത്. ഇനി എന്റെ ബാക്കിയായിട്ട് തിയോ ആ ഒരു ഡയറി വായിച്ച ശേഷം തിയോ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. അപ്പൊ അലീസിയ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാറുന്നത് ഗബ്രിയേലിനറിയാം, ബാർബി ഹെൽമാൻ അറിയാം, പിന്നെ ഡോക്ടർ വെസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്കറിയാം. അപ്പൊ ഡോക്ടർ വെസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞിട്ട് തിയോ എണീറ്റിട്ട് ഒരു റൂമിന് ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ഡോക്ടർ സി വെസ്റ്റ് എന്നാണ്. അപ്പൊ അത് ഗ്രോവില് തന്നെയുള്ള ഒരു റൂമാണ്. അങ്ങനെ ആ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിനകത്തിരിക്കുന്നത് ക്രിസ്ത്യൻ ആണ്. അപ്പൊ ആ ഒരു ഡോക്ടർ സി എന്ന് വെച്ചാൽ ഡോക്ടർ ക്രിസ്ത്യൻ വെസ്റ്റ് എന്നാണ്. തിയോ ക്രിസ്ത്യനോട് ചോദിക്കുന്നുണ്ട് അലീസി ഇതിനു മുൻപ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ ക്രിസ്ത്യൻ പറയുന്നത് ഇല്ല എന്നാണ്. അതിനുശേഷം തിയോ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അലീസിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വെസ്റ്റ് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം പറയണമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ പറയുന്നതെന്ന് വെച്ചാൽ അത് ആരും അറിയാതെ ചെയ്തതാണ്. അപ്പൊ ഗബ്രിയേലിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഗബ്രിയേലിന്റെ നിർബന്ധത്തിൽ അത് ചെയ്തതാണ്. ആ ഒരു കാര്യം അലീസിയുടെ കേസ് വന്ന സമയത്ത് ക്രിസ്ത്യൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിയോമെഡിസ് ഇത് അറിഞ്ഞിട്ടില്ല. ഇൻ കേസ് ഇത് ഡിയോമെഡിസ് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യന്റെ ജോലി പോകും. അതുകൊണ്ട് ഇത് പറയരുതെന്നാണ് തിയോയോട് പറയുന്നത്. അപ്പൊ തിയോ പറയുന്നുണ്ട് ഓക്കെ ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് അലീസിയെ ആരാണ് ഫോളോ ചെയ്തതെന്ന് അറിയണം, അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറയും. അപ്പൊ ക്രിസ്ത്യൻ പറയുന്നത് അത് ആരുമില്ല, അവൾ അത് ചുമ്മാ തന്നെ പറയുന്നതാണ്. ഇതിനു മുൻപും ഇതേപോലെ തന്നെ അലീസിയ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീട് മാറി ഇപ്പൊ ഈ ഒരു ഹാംസ്റ്റഡിലോട്ട് വന്നത് തന്നെ. ഇതിന് മുൻപ് താമസിച്ചിരുന്ന സമയത്ത് അവളുടെ നൈബർ ആയിട്ടുള്ള ഒരാൾ അവളെ എപ്പോഴും നോക്കുന്നതായിട്ട് പറയുമായിരുന്നു. അങ്ങനെ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്
അയാൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അലീസിയയുടെ തോന്നൽ മാത്രമാണ് അവളെ ഓരോ ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നെന്നുള്ളത്. അല്ലാതെ അവൾ പറയുന്ന ഒന്നും സത്യമല്ല എന്നാണ് ക്രിസ്ത്യൻ പറയുന്നത്. അപ്പൊ തിയോയ്ക്ക് അത് വിശ്വാസമാവുന്നില്ല. എന്നിട്ട് തിയോ പറയുന്നുണ്ട് ഞാനത് അലീസിയോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് തിയോ അലീസിയെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിയോമെഡിസ് ഇനി അലീസിയുമായിട്ട് മീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിയോമെഡിസ് ഇല്ലാത്ത ഒരു ടൈമിൽ യൂറിയുടെ ഹെൽപ്പോടുകൂടി അലീസിയുമായിട്ട് ആർട്ട് റൂമിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. തിയോ ഡയറി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അലീസിയോട് തിയോ പറയുന്നുണ്ട് ഞാൻ ഡയറി എല്ലാം വായിച്ചു നോക്കി, അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് എൻഡ് ആയത്, ബാക്കി അതിനുശേഷം എന്താ സംഭവിച്ചത്, ഡോക്ടർ വെസ്റ്റ് ക്രിസ്ത്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അലീസിയ ക്രിസ്ത്യന്റെ പേര് പറയുമ്പോൾ എന്തെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല. എന്നിട്ട് തിയോ അലീസിയോട് പറയുന്നുണ്ട് ഞാൻ കൂടെ കാണും, ഞാൻ ഇതിന്റെ ബാക്കി എന്താണെന്നുള്ളത് ഞാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് ക്യാത്തിയുടെ കാര്യമാണ് പറയുന്നത്. ക്യാത്തി ഇപ്പൊ പല ദിവസങ്ങളിലായിട്ട് രാത്രി നടക്കാനെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. തിയോ കൂടെ ചെല്ലാമെന്ന് പറയുന്ന സമയത്ത് ക്യാത്തി അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ തിയോ ക്യാത്തിയെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ക്യാത്തിയുടെ ആ ഒരു കൂടെയുള്ള ഒരാളെ കാണുന്നുണ്ട്. അപ്പൊ അയാളുമായിട്ടാണ് ക്യാത്തി തിയോയെ ചീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. തിയോ പിന്നീട് അയാളെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അയാൾക്കൊരു ഫാമിലി ഉള്ളതായിട്ടും ഒരു വൈഫ് ഉള്ളതായിട്ടും അവരെ അയാൾ ചതിക്കുകയാണെന്നുള്ള കാര്യം തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ടൈമിൽ തിയോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് വീണ്ടും തിയോ അലീസിയുടെ അന്വേഷണത്തിലേക്ക് പോകുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യം തിയോ പോകുന്നത് ജീൻ ഫെലിക്സിന്റെ അടുത്താണ്. ജീൻ ഫെലിക്സിന്റെ അവിടെയുള്ള ഗാലറിയിൽ പോയിട്ട് ആ ഒരു ആൽസെസ്റ്റസിന്റെ പിക്ചർ പിന്നെയും കുറച്ചുനേരം നോക്കുന്നുണ്ട്. അതിൽ കുറച്ചുനേരം നോക്കി നിൽക്കുന്ന ടൈമിൽ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ അലീസിയുടെ പിക്ചറാണ് ആൽസെസ്റ്റസ് ആയിട്ട് വരച്ചിട്ടുള്ളത്. ആ അലീസിയുടെ പിക്ചറിന് ബാക്കിലായിട്ട് കുറച്ച് ഷാഡോസ് കാണുന്നുണ്ട്. ആ ഒരു ഷാഡോസ് എല്ലാം കൂടി കൂട്ടി നോക്കുന്ന ടൈമിൽ അവിടെ ഒരാള് ഒളിഞ്ഞു നിന്ന് നോക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് അലീസിയെ നോക്കുന്ന ഒരാൾ പിന്നിൽ നിൽക്കുന്നതായിട്ടാണ് ആ ഒരു പിക്ചറിൽ അലീസിയെ വരച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തിയോയ്ക്ക് ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ജീൻ ഫെലിക്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഗാലറിയിൽ കയറി നിൽക്കുന്നത്, ചോദിക്കാതെ എന്തിനാണ് അവിടെ കയറിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തിയോ ജീനിനോട് ചോദിക്കുന്നുണ്ട് അലീസി ഇവിടുന്ന് പോവായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് പറയാതിരുന്നേന്ന്. അപ്പൊ ജീൻ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന്. അപ്പൊ തിയോ പറയും അലീസിയുടെ ഡയറി കിട്ടിയിട്ടുണ്ട്, അതില് അലീസി എല്ലാം എഴുതിയിട്ടുണ്ട്, അലീസി ഈ ഗാലറിയിൽ നിന്ന് പോവായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്ത കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് തിയോ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ടൈമിൽ ജീനിന് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് തിയോ പറയുന്നുണ്ട് ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് തിയോ അലീസിയുടെ കസിൻ പോളിനെയാണ് വിളിക്കുന്നത്. അലീസിയുടെ ഡയറി കിട്ടിയിട്ടുണ്ട്, നാളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പോളിനോട് പറയുന്നുണ്ട്. അതിനുശേഷം തിയോ വിളിക്കുന്നത് മാക്സിനെയാണ്. മാക്സിനെ വിളിച്ചിട്ട് അലീസിയുടെ കാര്യം പറയുന്ന സമയത്ത് മാക്സ് ഷൗട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതാണ് ഇനി ഇതും ചോദിച്ച് വിളിക്കരുതെന്ന്, ഞാൻ ഓൾറെഡി ഗ്രോവിൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് അലീസിയുടെ ഡയറിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് അലീസിയെ ഇഷ്ടമായിരുന്നു, നിങ്ങൾ അലീസിയോട് ചെയ്തൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്ന ടൈമിൽ മാക്സ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത ദിവസം തിയോ പോളിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അവര് പുറത്ത് വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. കാരണം വീട്ടിൽ ലിഡിയ റോസ് ഉള്ളതുകൊണ്ട് തന്നെ അവര് കിടന്ന് ബഹളം വെക്കും. അങ്ങനെ പുറത്ത് വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പോളിനോട് പറയുന്നുണ്ട് അലീസിയുടെ ഡയറിയിൽ നിങ്ങൾ ആ ഒരു മർഡറിന് കുറച്ചു മുന്നേ അലീസിയെ മീറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ടല്ലോ, ആ ഒരു പൈസ വാങ്ങിക്കാൻ പോയ കാര്യം എന്താണ് പറയാത്തതെന്ന് പോളിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പോള് പറയുന്നത് അതെന്റെ പേഴ്സണൽ കാര്യമായിരുന്നു, എനിക്ക് കുറച്ച് ഗാംബ്ലിങ്ങും കുറച്ച് കടവും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിനു വേണ്ടിയിട്ട് പൈസക്ക് പോയതാണ്. അതിനുശേഷം പോളിനോട് തിയോ ചോദിക്കുന്നുണ്ട് താനെ പറഞ്ഞിരുന്നു അലീസിയുടെ ചൈൽഡ്ഹുഡിലെ കാര്യം പോളിനോട് ചോദിക്കണമെന്ന്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുന്ന ടൈമിൽ പോള് പറയുന്നുണ്ട് അത് ഞാൻ പറയാം, പക്ഷെ നമുക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ പോളിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം ആ വീട്ടിലാണ് അലീസിയും പോളും ഒക്കെ വളർന്നിട്ടുള്ളത്. അങ്ങനെ അവർ ആ ഒരു വീടിന്റെ മുകളിലെത്തുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഒരു റൂഫിൽ കയറുന്നുണ്ട്. അതൊരു ഏണി വഴിയാണ് കയറുന്നത്. കുറച്ച് പാടുപെട്ടിട്ടാണ് അവരവിടെ എത്തുന്നത്. പോള് പറയുന്നുണ്ട് ഇവിടെയാണ് പണ്ട് ഞാനും അലീസിയും വന്നിരിക്കുന്നത്, ഇവിടെ ഇരുന്നാല് ഇങ്ങോട്ട് ആരും കയറി വരില്ല, കാരണം ലിഡിയ റോസിനും അവളുടെ അച്ഛനും മേളോട്ട് കയറി വരാൻ ആ ഒരു ഏണി വഴി പറ്റത്തില്ല. അപ്പൊ ഇവര് കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ ഇരുന്നായിരുന്നു ഒരുപാട് സംസാരിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നത് അലീസിയുടെ അച്ഛനെ പറ്റിയാണ്. അലീസിയുടെ അമ്മ ആക്സിഡന്റിൽ മരിച്ച ആ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അന്ന് അലീസിയ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം അലീസിയും പോളും കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അലീസിയുടെ അച്ഛൻ താഴെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. അലീസി എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവള് പേടിച്ചിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. ഓൾറെഡി അവളുടെ അമ്മ മരിച്ചതിന്റെ വിഷമത്തിലാണ് അവൾ ഇരിക്കുന്നത്. അന്നത്തെ ദിവസമാണ് അലീസിയുടെ അച്ഛൻ അവളെ കൊന്നെന്നാണ് പോള് പറയുന്നത്. അപ്പൊ അത് കേൾക്കുന്ന ടൈമിൽ തിയോയ്ക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അലീസിയെ കൊന്നെന്ന് പറയുന്നത് എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് തിയോ പറയുമ്പോൾ പോള് പറയുന്നതെന്ന് വെച്ചാൽ അന്ന് അലീസിയുടെ അച്ഛൻ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ പറയുന്നത് അലീസിയുടെ അമ്മ മരിച്ചതിൽ അയാൾക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം അലീസിയുടെ അമ്മയെ
അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അവൾ അത്ര ഇഷ്ടമായിരുന്നു, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എന്തിനാ അവള് മരിച്ചത്, അതിന് പകരം അലീസിയ മരിച്ചാൽ പോരായിരുന്നോ, നീ എന്തിനാ പോയത്, അലീസിയ മരിക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട്. അച്ഛന് അലീസിയ മരിക്കണമെന്നായിരുന്നു. അത് കേൾക്കുന്ന ടൈമില് അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് അലീസിയ മിണ്ടാതിരിക്കുകയാണ്. പിന്നെ അലീസിയ എന്റെ അടുത്ത് ആകെ പറഞ്ഞത് അച്ഛൻ എന്നെ ഇപ്പൊ കൊന്നു കളഞ്ഞു എന്നാണ് അലീസിയ അന്ന് പറഞ്ഞത്. അപ്പൊ അന്നത്തെ അതിനുശേഷം അവൾ ഒരുപാട് മാറിപ്പോയി. അന്ന് അത് കേൾക്കുന്ന ടൈമിൽ അവൾക്കൊരു 7-8 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ അലീസിയുടെ ലൈഫിൽ അതൊരു ട്രോമ ആയിട്ടുണ്ട്. പിന്നീടുള്ള അവളുടെ ലൈഫിലൊക്കെ ആണെങ്കിലും അലീസിയുടെ അമ്മ മരിച്ചു. പിന്നീട് ആ ഒരു ലിഡിയ റോസുമായിട്ടുള്ള ജീവിതവും അച്ഛന്റെ ഈ ഒരു ഇതും എല്ലാം കൊണ്ടും തന്നെ അലീസിയുടെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോള് പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് തിയോ ആലോചിക്കുമ്പോൾ തിയോയുടെ പോലെ തന്നെ ഉള്ള ഒരു ചൈൽഡ്ഹുഡ് ആണ് അലീസിയയ്ക്കും തോന്നുന്നുണ്ട്. അതായത് അവനും അച്ഛന്റെ അടുത്തുനിന്ന് ഒരുപാട് ബ്ലെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടാണ് അവന്റെ ചൈൽഡ്ഹുഡും അവൻ ഇങ്ങനെ ഒരു ട്രോമ ഒക്കെ വന്നത്. അപ്പൊ ഏകദേശം അതുപോലെ തന്നെയാണ് അലീസിയുടെ ലൈഫിലും വന്നിരിക്കുന്നത്. പിന്നീട് തിയോ അലീസിയെ ഒന്നും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അലീസിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കസിൻ പോളിനെ കണ്ടായിരുന്നു, അപ്പൊ പോൾ എന്നോട് നിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം നിന്റെ പോലത്തെ തന്നെ സെയിം ചൈൽഡ്ഹുഡ് ആണ് എനിക്കും, നമ്മൾ രണ്ടുപേരും നമ്മുടെ അച്ഛന്മാരിൽ നിന്നാണ് കൂടുതലും പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എനിക്ക് നിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അച്ഛൻ നിന്നെ ശരിക്കും വന്ന് കൊന്നു കളഞ്ഞതിന് തുല്യമാണ് അച്ഛന്റെ വായിന്ന് ആ ഒരു വാക്കുകൾ കേട്ടത്. അതിനുശേഷം തിയോ പറയുന്നുണ്ട്, ഇതൊരു പക്ഷെ എന്റെ ലാസ്റ്റ് തെറാപ്പി ആയിരിക്കും, കാരണം ഇത് ഡിയോമെഡിസ് ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ചാൻസ് ഇല്ല, നിനക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമില് അലീസിയ എന്തോ സംസാരിച്ചതുപോലെ തിയോയ്ക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തിയോ ഇങ്ങനെ ഷോക്കിൽ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞു എന്ന്. അവൻ നോക്കുമ്പോ പതുക്കെ അലീസിയ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവൻ കേട്ട് നോക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്നുള്ള രീതിയിലാണ്, അതായത് വാട്ട്, അതാണ് അവൾ സംസാരിച്ച ആ വേർഡ്. അപ്പൊ വീണ്ടും അവളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ അവൾ വീണ്ടും വാട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് അവൾ എന്തോ ചോദിക്കാൻ വരികയാണ്. അപ്പൊ തിയോ വീണ്ടും അവളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, നീ എന്തോ പറഞ്ഞത്, എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്ന ടൈമില് അപ്പൊ അലീസിയ പറയുന്നുണ്ട് ഓക്കേന്ന്, അതായത് അവൾ സംസാരിക്കാം എന്നുള്ള രീതിയിൽ തിയോയോട് പറയുന്നുണ്ട്. പിന്നീട് തിയോ അത് ഡിയോമെഡിസിനോട് പറയുന്നതായിട്ടാണ് അലീസിയ സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഡിയോമെഡിസ് പെട്ടെന്ന് എന്നാ പിന്നെ ഇനി എല്ലാരെയും വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യണം, അവൾക്ക് എന്താണ് പറയേണ്ടത് എന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന ടൈമിൽ തിയോ പറയുന്നുണ്ട്, അത് വേണ്ട, അതിപ്പോ റിസ്ക് ആണ്, ചിലപ്പോൾ അലീസിയ കൂടുതൽ സംസാരിക്കത്തില്ല, ഇതിപ്പോ ആരും അറിയാതെ തന്നെ പോയാൽ മതി എന്നാണ് തിയോ പറയുന്നത്. അങ്ങനെ ഡിയോമെഡിസ് തന്നെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡിയോമെഡിസിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കാരണം തിയോ പറഞ്ഞതുപോലെ തന്നെ അലീസിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ളതുകൊണ്ട്. അതിനുശേഷം അലീസിയയും തിയോയും സംസാരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അലീസിയോട് തിയോ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പിന്നീട് സംസാരിക്കാഞ്ഞതെന്ന്. അപ്പൊ അലീസിയ പറയുന്നത്, ആദ്യം ഗബ്രിയേൽ മരിച്ചു എന്ന് മനസ്സിലാവുന്ന സമയത്ത് അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അവൾക്ക് അലറി കരയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ഒച്ച പുറത്തോട്ട് വരുന്നില്ലായിരുന്നു എന്നാണ് അലീസിയ പറയുന്നത്. അപ്പോൾ തിയോ ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അലീസിയക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് പിന്നീട് സംസാരിക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അലീസിയ പറയുന്നത്, പിന്നീട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു, അപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോയി എന്നാണ് അലീസിയ പറയുന്നത്. അപ്പൊ തിയോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വീണ്ടും എന്തുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അലീസിയ പറയുന്നത്, ഞാൻ ഇപ്പൊ സംസാരിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ കാരണമാണ്, കാരണം നിങ്ങൾ വന്ന ശേഷമാണ് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എന്നാണ് അലീസിയ പറയുന്നത്. കാരണം അന്ന് എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയണം എന്നാണ് അലീസിയ പറയുന്നത്. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഡയറിയിൽ എഴുതിയതിനു ശേഷം എന്താണ് സംഭവിച്ചത്, അപ്പൊ അവിടെ ആരാണ് വന്നത്, അതിനുശേഷം എന്ത് നടന്നു എന്ന് ചോദിക്കുമ്പോൾ അലീസിയ പറയുന്നത്, അത് ആരുമല്ലായിരുന്നു, അത് വന്നത് ജീൻ ഫെലിക്സ് മാത്രമായിരുന്നു. ജീൻ ഫെലിക്സ് അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ അപ്പൊ ജീനിനോട് പറഞ്ഞു ഇപ്പൊ വരണ്ടാന്ന്, അങ്ങനെ ഞാൻ ജീനിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ജീൻ ഫെലിക്സ് പോയ ശേഷം എന്താണ് അവിടെ നടന്നത്, എങ്ങനെയാണ് ഗബ്രിയേൽ കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കുന്ന ടൈമിൽ അലീസിയ പറയുന്നുണ്ട്, അത് പറയാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല, ഞാനത് പിന്നീട് സംസാരിക്കാമെന്നാണ് അലീസിയ പറയുന്നത്. അതിനുശേഷം അലീസിയ പറയുന്നുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അലീസിയയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തിയോയോട് പറയുന്നുണ്ട്. അലീസിയയുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചും അമ്മ മരിച്ചതിനെ കുറിച്ചും അച്ഛൻ മരിച്ചതിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിയോയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അലീസിയും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം അലീസിയ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ട് തിയോടുത്ത് വരുന്നുണ്ട്. അപ്പൊ അവൾ അതിന്റെ ബാക്കി പറയുന്നുണ്ട്. അപ്പൊ അവൾ പറയുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഗബ്രിയേൽ വിളിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവള് ആ ഒരു പെയിന്റിങ്ങിലെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് സ്റ്റുഡിയോയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന സമയത്ത് അവൾ കാണുന്നുണ്ട്
ഒരാള് സ്റ്റുഡിയോയുടെ അകത്ത് നിൽക്കുന്നു. അത് അവളെ വാച്ച് ചെയ്യുന്ന അയാൾ തന്നെയാണ്. അയാൾ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അയാളുടെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവളെ പേടിപ്പിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് വീട്ടിലോട്ട് പോകണമെന്ന്. അങ്ങനെ അവൾ ആ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി, അവളുടെ ഗാർഡനിലാണ് സ്റ്റുഡിയോ. അവിടുന്ന് വീട്ടിലോട്ട് പോകുന്നതിന്റെ ഒരു ഗ്യാപ്പില് അവൾ ഗേറ്റിൽ കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ അവളെ പിടിച്ചിട്ട് വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് അയാൾ കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് പറയുന്നുണ്ട്. അപ്പൊ അലീസിയ ഗബ്രിയലിന്റെ ബിയർ ആണ് അയാൾക്ക് എടുത്ത് കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ അയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്ത് മൊത്തം ഞാൻ എങ്ങനെ അയാളെ കൊല്ലാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചിന്തിക്കുന്നത്. കാരണം ഗബ്രിയലിന്റെ ഗണ്ണ് കിച്ചണിലുണ്ടായിരുന്നു. അപ്പൊ അവള് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഗൺ കാണത്തില്ല. അപ്പൊ ആ കില്ലർ പറയുന്നുണ്ട് വെള്ളം ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്ന് കുടിക്കാനെന്ന്. അങ്ങനെ അവൾ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ആ ഗൺ അയാളുടെ കയ്യിലിരിക്കുന്നതാണ് അലീസിയെ കാണുന്നത്. അതിനുശേഷം അയാൾ ഒരു കയറ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കയറ് കിട്ടാത്തതുകൊണ്ട് ഒരു വയറെടുത്തിട്ട് അവളെ ഒരു കസേരയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം 8 മണി എന്തോ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഗബ്രിയേൽ വിളിച്ചിട്ട് 10 മണി കഴിഞ്ഞേ വരൂന്ന് പറയുന്നുണ്ട്. അപ്പൊ അവള് അയാളോട് പറയുന്നുണ്ട് ഗബ്രിയേൽ ഇപ്പൊ വരുമെന്ന്. പക്ഷെ അയാൾക്ക് അപ്പോഴും ഒരു പേടിയില്ല. അയാൾ പറയുന്നത് ഞാൻ കേട്ടു ഗബ്രിയേൽ വരാൻ ഇനിയും ലേറ്റ് ആവും, എനിക്ക് ഇനിയും കുറെ സമയമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അയാള് അലീസിയോട് ഗബ്രിയേലിനെ പറ്റിയും അവരുടെ ലൈഫിനെ പറ്റിയും എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ വർക്കിനെ പറ്റിയൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീസിയ കുറച്ചുകൂടി ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ടൈം വൈകുന്തോറും ഗബ്രിയേൽ പെട്ടെന്ന് വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവൾ അങ്ങനെ സംസാരിക്കുന്നത്. 10 മണിയായിട്ടും ഗബ്രിയേൽ എത്തിയില്ലായിരുന്നു. 11 മണിക്കാണ് ഗബ്രിയേലിന്റെ വണ്ടി പുറത്തെത്തുന്നത്. ആ സമയത്ത് എന്നെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കസേരയോടുകൂടി അയാൾ എന്നെ തിരിച്ചെടുത്തുകയാണ്. അതായത് ഗബ്രിയേലിന് കയറി വരുന്ന സമയത്ത് എന്റെ ഫേസ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഗബ്രിയേൽ കയറി വരുന്നുണ്ട്. അപ്പൊ ഗബ്രിയേൽ ചോദിക്കുന്നുണ്ട് അലീസി എന്താ ഇരുട്ടത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ മിണ്ടുന്നില്ല. അവളോട് മിണ്ടരുതെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗബ്രിയേൽ അലീസിയുടെ അടുത്തെത്തുന്ന സമയത്ത് അയാള് ഗബ്രിയേലിനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഗൺ വെച്ചിട്ട് അയാൾ ഗബ്രിയേലിനെ കുറെ അടിക്കുന്നുണ്ട്. പിന്നീട് ഗബ്രിയേലിനെ അയാൾ ഒരു കസേരയിൽ കെട്ടിവെക്കുകയും 6 തവണ ഗബ്രിയേലിന്റെ തലയിൽ ഷൂട്ട് ചെയ്ത് ഗബ്രിയേലിനെ കൊല്ലുകയും ചെയ്തു എന്നാണ് അലീസിയ പറയുന്നത്. അതിനുശേഷം അയാൾ അവിടുന്ന് ആ ഒരു ഗൺ താഴെ ഇട്ടിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നും പറയുന്നുണ്ട്. ഇത്രയും കേട്ട് കഴിയുന്ന സമയത്ത് തിയോയ്ക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. തിയോയുടെ മനസ്സിലപ്പോ ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്, ഗബ്രിയേലിന്റെ കൊലപാതകത്തിൽ അലീസിയ അല്ല, അലീസിയക്ക് പകരം ആർക്കും അറിയാത്ത ഒരാൾ അവിടെ വന്നു പോയിട്ടുണ്ട്. അയാളാണ് കൊലപാതകി എന്നുള്ളത് തിയോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അലീസിയെ പറഞ്ഞ കഥകളിൽ തിയോയ്ക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ട്. കാരണം പോലീസുകാർ അവിടെ വരുന്ന സമയത്ത് അലീസിയെ കെട്ടിയിട്ടിരിക്കുവല്ലായിരുന്നു. അയാൾ അലീസിയെ ആ ഒരു കസേരയിൽ നിന്ന് അഴിക്കുന്ന കാര്യമൊന്നും അലീസിയെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അലീസിയുടെ കയ്യിൽ അലീസിയ ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കത്തി വെച്ചിട്ട് അലീസിയെ കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗബ്രിയേലിന് 5 തവണയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തവണ ആ വീടിന്റെ സീലിംഗിലാണ് ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അലീസിയ പറയുന്നത് ബാക്കിയുള്ളത് ഞാൻ നാളെ പറയാം എന്നാണ്. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ. അപ്പൊ അലീസിയ പറയുന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്നാണ്. അതിനുശേഷം തിയോ ഡിയോമെഡിസിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അലീസിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ഡിയോമെഡിസ് പറയുന്നുണ്ട് അലീസിയ പറയുന്നത് കൂടുതലും കള്ളമാണ്, ശരിക്കും അങ്ങനെ ഒരാൾ ഉള്ളതായിട്ട് പോലും തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരാൾ ഉള്ളതായിട്ടുള്ള ഒരു തെളിവും അന്ന് പോലീസിന് കിട്ടിയിട്ടില്ല. അത് കൂടാതെ തന്നെ ആ ഒരു ഗണ്ണിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് അലീസിയുടേതായിരുന്നു. പിന്നെ ഇതെല്ലാം അലീസിയ തിയോയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നാണ് ഡിയോമെഡിസ് പറയുന്നത്. അതായത് തിയോ അലീസിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് അലീസിയക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തിയോട് ഇങ്ങനത്തെ ഓരോ സ്റ്റോറി പറയുന്നത്. തിയോ ഇപ്പൊ കുറച്ചുനാളായിട്ട് അലീസിയുടെ കേസിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അലീസിയ പറയുന്നതൊക്കെ തിയോ വിശ്വസിക്കുന്നതും തിയോ അതിനു വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നാളെ തന്നെ അവളോട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് സത്യം അവളെ കൊണ്ട് പറയിക്കണമെന്നാണ് ഡിയോമെഡിസ് പറയുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ തിയോ അലീസിയെ കാണാൻ വേണ്ടിയിട്ട് ഗ്രോവിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം അവൾ പറഞ്ഞതെല്ലാം കള്ളമാണ്, എന്നിട്ട് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് തിയോ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന ടൈമിലാണ് യൂറി പറയുന്നുണ്ട് ഒരു അപകടം സംഭവിച്ചു, അലീസിയ അവളുടെ പിൽസ് ഓവർഡോസ് കഴിച്ചിട്ട് അവളിപ്പോ കോമ സ്റ്റേജിലായി പോയി എന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് തിയോ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം തിയോ ക്രിസ്ത്യനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൂടെ വേറൊരു ഡോക്ടറുമുണ്ട്. അപ്പൊ അവർ പറയുന്നതെന്ന് വെച്ചാൽ അലീസിയയുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഫെയിൽഡായി, അവസാനം അവർക്ക് കോമ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് യൂറി പറയുന്നുണ്ട് യൂറി കാണുന്ന സമയത്ത് അലീസിയ അവിടെ കിടക്കുകയാണ്, അലീസിയ താഴെ വീണ് കിടക്കുകയാണ്. അപ്പൊ അവളുടെ അടുത്തായിട്ട് അവളുടെ ആ ഒരു പിൽസിന്റെ ഒരു കാലി കുപ്പിയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിൽസ് അവിടേക്ക് വീണ് കിടപ്പുണ്ട്. ആദ്യം കണ്ടപ്പോൾ അവൾ മരിച്ചു കിടക്കുവാണെന്നാണ് വിചാരിച്ചതെന്ന് യൂറി പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യനും യൂറിയും എലിഫിനെ സംശയമുള്ള പോലെ പറയുന്നുണ്ട്. കാരണം എലിഫ് ഇങ്ങനെ പിൽസ് എടുത്ത് കൊടുത്തയാണോ എന്നൊരു സംശയം പോലെ അവിടെ പറയുന്നുണ്ട്.
അതിനുശേഷം തിയോ ഡിയോമെഡിസിനെ വിളിച്ച് അറിയിച്ചോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഡിയോമെഡിസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂറി പറയുന്നുണ്ട് രാവിലെ ഡിയോമെഡിസ് ഇവിടെ വന്നു പോയതായിട്ട് കണ്ടായിരുന്നു, വന്നിട്ട് പെട്ടെന്ന് എന്തോ റഷിലായിരുന്നു, പോകുന്ന കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നുണ്ട് ഡിയോമെഡിസിനെ ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന്. അപ്പൊ ഇന്ദിര തിയോയോട് ചോദിക്കുന്നുണ്ട് അലീസയെ കാണണമെന്ന്. അങ്ങനെ തിയോ അലീസയെ കാണാൻ വേണ്ടിയിട്ട് ഒരു റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവളവിടെ കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അതിനുശേഷം തിയോ അലീസയുടെ കൂടെ കുറെ നേരം ഇരിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ കയ്യിൽ പിടിച്ചിങ്ങനെ തടവിക്കൊണ്ടാണ് തിയോ ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ അവളുടെ കയ്യിൽ അവൾ മുൻപ് സൂയിസൈഡ് ചെയ്തതിന്റെ മാർക്ക് കാണുന്നുണ്ട്. അതിനടുത്തായിട്ട് എന്തോ ഒരു ഇൻജെക്ട് ചെയ്തേണ്ടതായിട്ടുള്ള എന്തോ ഒരു മാർക്ക് തിയോ കാണുന്നുണ്ട്. അത് കാണുന്ന ടൈമിൽ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ മോർഫിൻ കുത്തിവെച്ചിട്ട് അലീസയെ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ അലീസയെ കൊല്ലാൻ നോക്കിയതാണ്, അല്ലെങ്കിൽ ഇതുപോലെ അലീസയെ ഒന്ന് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അലീസയെ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഡിയോമെഡിസ് വരികയും ഡിയോമെഡിസിന്റെ അടുത്ത് സ്റ്റെഫനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് തിയോ ഡിയോമെഡിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. യൂറി ആ ഒരു പിൽസ് ഒക്കെ മര്യാദയ്ക്ക് സൂക്ഷിക്കാഞ്ഞിട്ടാണ് എലിഫ് പലതവണ അത് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എലിഫ് ഒരു പക്ഷെ അലീസയ്ക്ക് ഓവർഡോസ് കൊടുത്തയാവും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യനും സ്റ്റെഫനിയും യൂറിയെ കുറ്റം പറയുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. യൂറിയുടെ ഒരു അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഡിയോമെഡിസ് പറയുന്നുണ്ട് ഇതിലിപ്പോ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം അലീസിയക്ക് ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉള്ളതാണ്. ആ ഒരു ടൈമിൽ തിയോ പറയുന്നുണ്ട് എനിക്കിതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ തിയോ പറയുന്നത് ക്രിസ്ത്യൻ ഇപ്പൊ ഇത് യൂറിയുടെ തലയിലേക്ക് ഇടാൻ നോക്കുകയാണ്, ക്രിസ്ത്യൻ കള്ളം പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അലീസിയയുടെ ഡയറിയിൽ വായിച്ച കാര്യങ്ങളെല്ലാം തിയോ ഡിയോമെഡിസിനോട് പറയുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ അവളെ മുൻപ് ട്രീറ്റ് ചെയ്ത കാര്യവും ആ ഒരു കാര്യം ട്രയലിന് സമയത്ത് മറച്ചു വെച്ചതും. അപ്പൊ അലീസിയ സംസാരിച്ചാല് ക്രിസ്ത്യന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യൻ ആണിത് ചെയ്തതെന്നാണ് തിയോ പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഓവർഡോസ് കഴിച്ചൊന്നുമല്ല, അവളത് മനഃപൂർവ്വം അലീസിയ ഇങ്ങനെ ആക്കിയേക്കുവാണെന്നും തിയോ പറയുന്നുണ്ട്. അപ്പൊ ഡിയോമെഡിസ് ചോദിക്കുന്നുണ്ട് അലീസിയയുടെ ഡയറി ഇപ്പൊ എവിടാന്ന്. അപ്പൊ തിയോ പറയുന്നുണ്ട് അലീസിയയുടെ ഡയറി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അത് അലീസിയയുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡിയോമെഡിസ് പറയുന്നുണ്ട് ഇനിയിപ്പോ എന്തായാലും പോലീസിനെ അറിയിക്കേണ്ട കാര്യമാണിത് എന്ന് പറഞ്ഞിട്ട് ഡിയോമെഡിസ് പോലീസിനെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം പോലീസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ അലൻ ആണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ അയാൾ തിയോയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പൊ അലീസിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിയോ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ക്രിസ്ത്യനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ അപ്പൊ അലീസയെ ഇപ്പൊ ഇങ്ങനെ ഒരു കോമ സ്റ്റേജിലാക്കി എന്നുള്ള ഒരു കേസിലാണ് ക്രിസ്ത്യനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം യൂറി തിയോയോട് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ജീൻ ഫെലിക്സ് അലീസയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജീൻ ഫെലിക്സ് അവിടുന്ന് പോയതായിട്ടും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ടൈമിൽ തിയോയ്ക്ക് ഒരു സംശയം വരുന്നുണ്ട്, എന്തിനാണ് ജീൻ ഫെലിക്സ് അവിടെ വന്നത്, ഇനി ജീൻ ഫെലിക്സ് അലീസയെ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു സംശയം അപ്പൊ വരുന്നുണ്ട്. അതിനുശേഷം മാക്സ് അവിടെ എത്തുന്നുണ്ട്. മാക്സ് തിയോയോട് കുറെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അലീസ ഇപ്പൊ ഇങ്ങനെ ആവാൻ കാരണം തിയോയാണ്, തിയോ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അലീസ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ തിയോ മാക്സിനെ മൈൻഡ് ചെയ്യാതെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നീട് തിയോ ക്യാത്തിയുടെ ആ ഒരു ലവറിനെ ഫോളോ ചെയ്ത് പോകുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ വീട് തിയോ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് തിയോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ തിരിച്ച് വീട്ടിൽ നിന്ന് പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ തിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സമയത്ത് അയാൾ ക്യാത്തിയെ കാണാനാണ് പോകുന്നതെന്ന്. അപ്പൊ അയാളുടെ വൈഫ് അയാളെ യാത്രയാക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ വൈഫിനെ കാണുന്ന ടൈമില് തിയോയ്ക്ക് അവരോടൊരു കഷ്ടം തോന്നുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ഹസ്ബൻഡ് അവരെ ചീറ്റ് ചെയ്യാണെന്നുള്ളത് ഒന്നും അറിയത്തില്ല. അപ്പൊ തിയോയ്ക്ക് തോന്നുന്നുണ്ട് അവരോട് ഇതൊക്കെ പറയണം, അവരവരുടെ ലൈഫിൽ ചീറ്റ് ചെയ്യപ്പെടുകയാണെന്നുള്ളത് അവരെ അറിയിക്കണം എന്ന് തിയോ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തിയോ പലതവണ അവരെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീടിനടുത്ത് പോയി നിന്നിട്ടുണ്ട്. പക്ഷെ അവരെ മിക്കവാറും പുറത്തോട്ട് ഇറങ്ങാറില്ല. അതിനുശേഷം ഇടയ്ക്ക് ഒരു ദിവസം അവർ പുറത്തു വന്നെങ്കിലും തിയോയ്ക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് പലതവണയും അവരവരുടെ വീടിന്റെ വിൻഡോയിൽ കൂടി തിയോയെ കണ്ടതുപോലെ തിയോയ്ക്ക് തോന്നുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തിയോ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അവർ ഡോറ് തുറന്ന് വരുന്ന കണ്ടിട്ട് തിയോ പെട്ടെന്ന് അവരുടെ ഗാർഡനിലുള്ള ഒരു സമ്മർ ഹൗസിനകത്തോട്ട് കയറുന്നുണ്ട്. തിയോ അങ്ങനെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവർ അവിടോട്ട് തന്നെ കയറി വരികയും തിയോ അപ്പോൾ പെട്ടെന്ന് അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസിൽ ഒരു മാസ്ക് ഇടുന്നുണ്ട്. അതിനുശേഷം അവരുടെ കയ്യിലൊരു പെയിന്റിംഗ് ബ്രഷ് ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു ക്യാൻവാസിൽ പിക്ചർ വരയ്ക്കാൻ പോവായിരുന്നു. അതിനിടയിൽ തിയോയുടെ നിഴൽ അവർ കാണുകയും പെട്ടെന്ന് അവർ പേടിച്ച് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് തിയോയുടെ കയ്യിലിരിക്കുന്ന കത്തി കണ്ട് അവർ പേടിച്ചു പോകുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് അലീസിയ ബെറൻസിനെ നേരിട്ട് കാണുന്നത്, പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. അപ്പൊ തിയോ പറയുന്ന ആ ഒരു പ്രോപ്പർ ഡയലോഗ് എന്താന്ന് വെച്ചാൽ This was the first time I came face to face with Alicia Berenson. The rest, as they say, is history. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാർട്ട് 4 തീരുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് തിയോ ആണ് അലീസിയെ ഫോളോ ചെയ്തിരുന്നത്.
ക്യാത്തിയും ഗബ്രിയേലും തമ്മിലായിരുന്നു റിലേഷൻഷിപ്പ്. അപ്പൊ ഗബ്രിയേലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് അലീസിയെ ഫോളോ ചെയ്തിരുന്നത് തിയോ ആണ്. പിന്നെ ഈ ഒരു സ്റ്റോറി മൊത്തം നറേറ്റ് ചെയ്യുന്നത് തിയോ ആണ്. അപ്പൊ തിയോ പറയുന്ന ആ ഒരു തിയോയുടെയും ക്യാത്തിയുടെയും സ്റ്റോറി, ക്യാത്തി തിയോയെ ചീറ്റ് ചെയ്യുന്നതൊക്കെ അത് പഴയ കാര്യമാണ്. ഗബ്രിയേൽ മരിക്കുന്നതിന് മുൻപ് നടന്ന കാര്യമാണ്. അലീസിയെ ട്രീറ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ക്യാത്തിയുടെ കാര്യമൊക്കെ ഇപ്പൊ നടക്കുന്നതായിട്ട് നമ്മളാണ് വിചാരിച്ചത്. അപ്പൊ ഇനി പാർട്ട് 5ന്റെ സ്റ്റാർട്ടിങ്ങിൽ അലീസിയയുടെ ഡയറിയാണ്. അപ്പൊ അതിലെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ അലീസിയയുടെ ഡയറി അതിൽ ഫെബ്രുവരി 23 കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ലൈനിൽ അവൾ പറയുന്നത്, തിയോ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ, ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, ഞാൻ ഈ ഡയറി എത്രയും പെട്ടെന്ന് എത്രയും ഫാസ്റ്റ് ആയിട്ട് ഞാൻ എഴുതുകയാണ്, കാരണം എനിക്കിനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. എന്നിട്ട് അവൾ പറയുന്നതെന്ന് വെച്ചാല്, തിയോയെ ഞാൻ ആദ്യമായിട്ട് തെറാപ്പി റൂമിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് അയാൾ തന്നെയാണോന്ന് സംശയമായിരുന്നു. കാരണം ഞാൻ അന്ന് അയാളുടെ ഫേസ് കണ്ടിട്ടില്ല, പക്ഷെ ആ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തന്നെ തോന്നി. സംസാരം കേട്ടപ്പോഴും എനിക്ക് വ്യത്യാസം തോന്നി. അന്ന് എന്നോട് സംസാരിച്ചത് ഈ ടോണിലല്ലായിരുന്നു. പിന്നീട് ഞാൻ രണ്ടാമത് കണ്ടപ്പോൾ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞ അതേ കാര്യം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അയാൾ തന്നെയാണ്. ആ സമയത്ത് എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തിയോയെ അറ്റാക്ക് ചെയ്തു. അവന്റെ തല ഞാൻ ഒരുപാട് തവണ അടിച്ചു. അപ്പൊ എല്ലാരും കൂടി എന്നെ പിടിച്ച് വീണ്ടും സെഡേറ്റ് ചെയ്തു. എനിക്ക് അയാളെ മനസ്സിലായി എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവണമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഗബ്രിയേൽ മരിച്ചത് എങ്ങനെയാണെന്ന് കള്ളം പറഞ്ഞത്. അത് കേട്ടോണ്ടിരുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലായി എനിക്ക് അയാളെ മനസ്സിലായി എന്നുള്ളതും ഞാൻ പറയുന്നത് മൊത്തം കള്ളമാണെന്നുള്ളതും. ആ സമയത്ത് അയാളുടെ കണ്ണിൽ ഞാൻ പേടി കണ്ടു. അയാൾക്ക് എന്നെ പേടിയായി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഏറ്റവും കൂടുതൽ പേടിച്ചത് എന്റെ സൗണ്ടിനെയാണ്. എന്റെ സംസാരം തിരിച്ചു വന്നതിലായിരുന്നു അയാൾക്ക് പേടി. അതുകൊണ്ടായിരിക്കും അയാൾ കുറച്ചു സമയത്തിനകം തന്നെ തിരിച്ചു വീണ്ടും വന്നു. ഇത്തവണ അയാൾ എന്റെ അടുത്ത് ഒന്നും സംസാരിച്ചില്ല. പകരം അയാൾ എന്റെ കയ്യിൽ എന്തോ ഇഞ്ചക്ട് ചെയ്തു. പക്ഷെ ഞാൻ തടയാനൊന്നും പോയില്ല, കാരണം ഞാനത് അർഹിക്കുന്നുണ്ട്. അതെനിക്ക് കിട്ടിയ ശിക്ഷയാണ്. അതുപോലെ തന്നെ അയാളും ശിക്ഷ അർഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എഴുതി വെക്കുന്നത്. എനിക്കിത് എത്രയും പെട്ടെന്ന് എഴുതി തീർക്കണം, കാരണം അയാൾ എന്നെ ഇഞ്ചക്ട് ചെയ്തതിന്റെ എഫക്റ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അതിനു മുൻപ് തന്നെ അന്നത്തെ ദിവസം എന്താ നടന്നെന്നുള്ളത് എനിക്ക് പറയണം. ഇനി അലീസിയ അന്ന് നടന്ന കാര്യമാണ് പറയുന്നത്. ഇന്ന് രാത്രി അയാൾ എന്നെ കസേരയിൽ കെട്ടിയിട്ടു. ഗബ്രിയേൽ വന്ന ശേഷം ഗബ്രിയേലിനെ അയാൾ ഒരുപാട് അടിച്ചു. അതിനുശേഷം ഗബ്രിയേലിനെയും ഒരു കസേരയിൽ കെട്ടിയിട്ടു. ഞാൻ ഗബ്രിയേലിനെ ഒന്നും ചെയ്യല്ലേന്ന് അയാളോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അയാളോട് ഗബ്രിയേലിനെ ഒന്നും ചെയ്യില്ലേന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഗബ്രിയേലിനെ കൊല്ലാനാ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അയാളോട് കരഞ്ഞു പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും തരാം, ഗബ്രിയേലിനെ ഒന്നും ചെയ്യല്, ഗബ്രിയേൽ ഒരു പാവമാണ്, ഗബ്രിയേലിനെ ജീവിക്കാൻ വിടണം. ആ സമയത്ത് തിയോ എന്നോട് ചോദിച്ചു, നിനക്കുള്ള അത്രയും സ്നേഹം ഗബ്രിയേലിന് നിന്നോടുള്ള പോലെ നിനക്ക് തോന്നുന്നുണ്ടോന്ന്. അപ്പൊ ഞാൻ തിയോയോട് പറഞ്ഞു ഗബ്രിയേലിന് എന്നോട് സ്നേഹം ഉണ്ടെന്ന്. അപ്പൊ തിയോ ഗബ്രിയേലിനടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ അലീസിയെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിനക്കൊരു ചോയ്സ് തരാണ്. ഒന്നെങ്കിൽ നിന്നെ കൊല്ലാം, അല്ലെങ്കിൽ അലീസിയെ കൊല്ലാം, അത് നിനക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഗബ്രിയേലിനോടൊപ്പം ഞാൻ പറഞ്ഞു, അയാളെ വിശ്വസിക്കേണ്ട, അയാൾ നമ്മളെ രണ്ടുപേരെയും കൊല്ലാൻ വന്നതാണ്, അയാളോട് പറ ഗബ്രിയേലിന് എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറ എന്ന് പറഞ്ഞപ്പോ ഗബ്രിയേൽ ആകെ പിന്നീട് പറഞ്ഞത് ഗബ്രിയേലിനെ കൊല്ലരുതെന്നായിരുന്നു. അതായത് ഗബ്രിയേൽ എന്നെ കൊല്ലാനെന്നാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ എന്താ പറയേണ്ടെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് തിയോ എന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഗബ്രിയേലിന് നിന്നോടുള്ള സ്നേഹം. ഇത്രയും കാലം അവൻ നിന്നെയും എന്നെയും ചതിക്കുമായിരുന്നു. എന്റെ ലൈഫിൽ എനിക്ക് ആകെയുള്ളൊരു ഹാപ്പിനെസ് എന്റെ ഭാര്യയായിരുന്നു. അത് ഗബ്രിയേൽ ഇല്ലാതാക്കി. അവളുമായിട്ട് ചേർന്ന് ഗബ്രിയേല് നമ്മളെ രണ്ടുപേരെയും ചതിക്കുമായിരുന്നു. അങ്ങനെ ഗബ്രിയേലും ക്യാത്തിയും കൂടി ചീറ്റ് ചെയ്യുന്ന കാര്യം അലീസിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം തിയോ പറയുന്നുണ്ട്, ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം നീ മരിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞിട്ട് തിയോ എന്റെ നേരെ ആ ഒരു ഗൺ എടുത്തു. ആ ടൈമില് ഗബ്രിയേൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അലീസിയ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷെ തിയോ ഒരു വട്ടം ഷൂട്ട് ചെയ്തു. ഞാൻ നോക്കിയപ്പോ തിയോ സീലിംഗിലേക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ കെട്ടഴിച്ചിട്ട് ആ ഒരു ഗൺ താഴെ വെച്ചിട്ട് തിയോ അവിടുന്ന് പോയി. അപ്പോഴെല്ലാം ഗബ്രിയേൽ അവിടെ എന്നെ വിളിച്ച് കരയുമായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും സംസാരിച്ചില്ല, കാരണം ഗബ്രിയേൽ എന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. മരിച്ച ആൾക്കാർ പിന്നെ സംസാരിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഗബ്രിയേൽ എന്നെ വിളിച്ച് കരഞ്ഞോണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഗബ്രിയേലിന്റെ ഫ്രണ്ടിൽ പോയി നിന്നു. ആ സമയത്ത് എന്നെ കണ്ടിട്ട് ഗബ്രിയേലിന് ഭയങ്കര സന്തോഷമായി. പക്ഷെ എനിക്ക് ഗബ്രിയേലിനെ കണ്ടപ്പോ എന്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. അച്ഛൻ പറഞ്ഞ അതേ കാര്യം. എന്റെ ജീവിതത്തില് ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ ആള് ഗബ്രിയേൽ അല്ല,
അതെന്റെ അച്ഛനാണ്. അപ്പൊ എനിക്ക് ഗബ്രിയേലിനെ കാണുമ്പോൾ എന്റെ അച്ഛനെ പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. എനിക്ക് മനസ്സിലായി എന്റെ ജീവിതവും എന്റെ സ്വപ്നങ്ങളും എല്ലാം പോയി എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു ഗബ്രിയേല്. അന്നത്തെ ദിവസം ശരിക്കും ഞാൻ ഗബ്രിയേലിനെ അല്ല കൊന്നത്, ഗബ്രിയേൽ എന്നെയാണ് കൊന്നത്. ഞാൻ ആകെ ചെയ്തത് ആ ഗണ്ണെടുത്തിട്ട് അതിന്റെ ട്രിഗർ വലിച്ചു, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഡയറി തീരുന്നത്. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അലീസി എന്തിനാണ് ഗബ്രിയേലിനെ കൊന്നത്. ഇപ്പോ ആൽസിസ്റ്റസുമായിട്ടുള്ള ഒരു റിലേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൽസിസ്റ്റസിലും ആൽസിസ്റ്റസിന്റെ ഹസ്ബൻഡ് അവളോട് മരിക്കാൻ പറഞ്ഞായിരുന്നു, അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഗബ്രിയേലും ഇപ്പൊ ഇവിടെ പറഞ്ഞത്. പിന്നീട് ഗ്രോവില് അലീസിയയുടെ റൂം ഇന്ദിരയും തിയോയും കൂടി വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം അലീസിയ ഇനി ഒരിക്കലും ആ ഒരു കോമ സ്റ്റേജിൽ നിന്നും എണീക്കാൻ പോകുന്നില്ല. അപ്പൊ അവളുടെ സാധനങ്ങളെല്ലാം അവര് ഒതുക്കി ഒരു ബോക്സിലാക്കി വെക്കുമായിരുന്നു. തിയോയും ഇന്ദിരയും അലീസിയയുടെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതിനിടയിൽ അലീസിയ പലതവണയായിട്ട് സ്കെച്ച് ചെയ്തിരിക്കുന്ന ഓരോരോ പിക്ചേഴ്സ് അതിൽ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്ദിരയുടെ ഒരു പിക്ചർ അലീസിയ വരച്ചിട്ടുണ്ട്, അത് ഇന്ദിര എടുക്കാനെന്ന് തിയോ പറയുന്നുണ്ട്. അതിനുശേഷം തിയോയുടെയും അലീസിയയുടെയും ആ ഒരു ഗ്രോവില് തീ പിടിച്ചിട്ടുള്ള ആ ഒരു ആ പിക്ചർ തിയോ എടുക്കാനായിട്ട് ഇന്ദിര പറയുന്നുണ്ട്. അപ്പൊ തിയോ പറയുന്നുണ്ട് എനിക്കത് വേണ്ടാന്ന്. കാരണം തിയോയ്ക്ക് അത് ഉള്ളുകൊണ്ട് ആ ഒരു പിക്ചറിനോട് അത്ര ഇഷ്ടമില്ല. അലീസിയ വരച്ചതില് തിയോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പിക്ചറാണ് അത്. അപ്പൊ തിയോയുടെ തോട്ട്സ് പറയുന്നുണ്ട്. തിയോ ഒരിക്കലും അലീസിയ ഗബ്രിയേലിനെ കൊല്ലണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അലീസിയക്ക് ഇങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ട്രോമ ഉള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തിയോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഗബ്രിയേലിനെ വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ തിയോ ഉണ്ടാക്കത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും അലീസിയക്ക് അവളുടെ ലൈഫിൽ നടക്കുന്ന കാര്യം അവളെ ഒന്ന് അറിയിക്കണമെന്ന് മാത്രമേ തിയോയ്ക്ക് ഉള്ളായിരുന്നു. അതായത് ഗബ്രിയേലിന് അവളോട് ഒരു സ്നേഹമില്ല എന്നുള്ളത് എനിക്ക് അവളെ അറിയിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗബ്രിയേലിനോട് അങ്ങനെ ചോദിച്ചത്. പക്ഷെ അത് അലീസിയയുടെ ചൈൽഡ്ഹുഡിലുള്ള ആ ഒരു ട്രോമ അത് ട്രിഗർ ചെയ്യും, അതിന്റെ പേരിൽ അലീസിയ ഗബ്രിയേലിനെ കയറി ഷൂട്ട് ചെയ്യുമെന്നൊന്നും തിയോ വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് തിയോ അവിടുന്ന് പോയ ശേഷം പിന്നീട് ന്യൂസിൽ മൊത്തം അലീസിയ ഗബ്രിയേലിനെ കൊന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് തിയോയ്ക്ക് അതിന് പിന്നിൽ എന്താ നടന്നതെന്ന് അറിയണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് തിയോ ഗ്രോവിൽ ഒരു വേക്കൻസി കണ്ടപ്പോൾ അലീസിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അലീസിയക്ക് ആദ്യം എന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഗബ്രിയേലിന്റെ മരണത്തിനെ കുറിച്ച് കള്ളം പറയുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അലീസിയക്ക് എന്നെ മനസ്സിലായെന്നും അവള് മനഃപൂർവ്വം എന്നോട് കള്ളം പറയുവാണെന്നും എനിക്ക് അവളെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അലീസിയെ എന്നേക്കുമായിട്ട് വീണ്ടും സൈലന്റ് ആക്കിയത്. എന്നിട്ട് ഞാനത് ക്രിസ്ത്യന്റെ തലയിലോട്ടാക്കി. എനിക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. അലീസിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു ക്രിസ്ത്യൻ. പക്ഷെ ക്രിസ്ത്യൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ അത് അർഹിക്കുന്നുണ്ട്. അലീസിയെ സൈലൻസ് ചെയ്യാന്ന് വെച്ചാല് എനിക്ക് അത്ര ഈസി ആയിരുന്നില്ല. ഞാൻ അവളുടെ മോർഫിൻ ഇൻജെക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവളിപ്പോ മരിച്ചിട്ടില്ല. എനിക്ക് എപ്പോ അവളെ കാണണമെങ്കിലും എനിക്ക് പോയി കാണാം. ഇത്ര ആലോചിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഇന്ദിര പെട്ടെന്ന് തിയോയെ വിളിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോഴാണ് തിയോ മനസ്സിലാക്കുന്നത് അലീസിയയുടെ ഡയറി കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് തിയോ അവിടെ എല്ലാം നോക്കുന്നെങ്കിലും ആ ഒരു ഡയറി കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഗ്രോവ് റൺ ചെയ്യുന്ന ആ ഒരു ട്രസ്റ്റിന്റെ ആൾക്കാർ തിയോയെ മീറ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡിയോമെഡിസ് ഗ്രോവിൽ നിന്ന് റിസൈൻ ചെയ്തു. അതിനുശേഷം ഡിയോമെഡിസ് തിയോയെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റുകാർ ഈ ഒരു ഗ്രോവ് ക്ലോസ് ചെയ്തിട്ട് അവർ പുതിയതായിട്ടൊരു സൈക്കാട്രിക് യൂണിറ്റ് തുടങ്ങുന്നതിന്റെ കാര്യം പറയാനും അതിലേക്ക് തിയോയെ അവര് ഹെഡായിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറയാനുമാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ തിയോയ്ക്ക് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ക്യാത്തിയുടെ കാര്യമാണ് പറയുന്നത്. ക്യാത്തിയും തിയോയും 1 വർഷം മുൻപേ തിയോയുടെ പഴയ വീട്ടിലേക്ക് മാറി. ക്യാത്തി ഇപ്പൊ പഴയ പോലെയല്ല. ക്യാത്തി ഇപ്പൊ അധികം സംസാരിക്കാറില്ല. ക്യാത്തിയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിയോ ഇതെല്ലാം ചെയ്തത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ക്യാത്തി ഇപ്പോ തിയോയ്ക്ക് നഷ്ടപ്പെട്ട പോലെയാണ്. കാരണം അവളുടെ ലൈഫിൽ അവളിപ്പോ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. അവളിപ്പോ ഒരു വർക്കും ചെയ്യാറില്ല. അവൾ വീട്ടിൽ തന്നെ ഇപ്പോ വെറുതെ ഇരിക്കുകയാണ്. ഒന്നിനും അവൾക്കിപ്പോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഡോക്ടേഴ്സ് അവൾക്ക് ആന്റി ഡിപ്രസൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതിനെ എൻകറേജ് ചെയ്തില്ല. അവളെ തെറാപ്പിക്ക് വിളിച്ചിട്ടും അവൾ അതിന് തയ്യാറായിരുന്നില്ല. ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അവൾ എപ്പോഴെങ്കിലും അവളുടെയും ഗബ്രിയേലിന്റെയും അഫെയറിനെ പറ്റി എന്നോട് പറയുമോന്ന്. പക്ഷെ അവൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അവൾ എപ്പോഴും അലീസിയെ പോലെ കൂടുതലും സൈലൻസ് ആണ് ചൂസ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും ക്യാത്തിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ വീട്ടിലെത്തിയ ശേഷം ക്യാത്തിയോട് പറഞ്ഞു എന്റെ ഒരു പേഷ്യന്റ് ഇന്ന് ഓവർഡോസ് കഴിച്ചു, അവള് കോമയിലായിന്ന്. അവളുടെ പേര് അലീസിയ ബെറൻസൺ ആണ് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കേട്ടിട്ട് പോലും ക്യാത്തിക്ക് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ക്യാത്തിയോട് പറഞ്ഞു 5-6 വർഷം മുമ്പ് നടന്നൊരു കേസാണ്, നിനക്ക് ഓർമ്മയുണ്ടോ? അവളുടെ ഹസ്ബൻഡിനെ
അലീസിയെ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ക്യാത്തി അവൾക്ക് അറിയില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഒന്നും അറിയാത്ത പോലെ ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവാണ്. പിന്നീട് തിയോ റൂത്തിനെ കുറിച്ചാണ് പറയുന്നത്. റൂത്തിനോട് 6 വർഷം മുമ്പ് അന്ന് നടന്ന കാര്യം റൂത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂത്ത് ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം അവർ വർഷങ്ങളോളം എടുത്ത് ഹീൽ ചെയ്ത് കൊണ്ടുവന്നതാണ് തിയോയെ. അപ്പോൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇപ്പൊ ചെയ്തതും കൂടി റൂത്ത് അറിഞ്ഞാൽ ഒരിക്കലും റൂത്തിന് അത് പൊറുക്കാൻ പറ്റില്ല എന്ന് തിയോ പറയുന്നുണ്ട്. പിന്നീട് തിയോയുടെ വീട്ടില് ആരോ ഡോർ ബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് തിയോ പോയി നോക്കുമ്പോൾ അത് ഇൻസ്പെക്ടർ അലൻ ആണ്. അപ്പോൾ ഇൻസ്പെക്ടർ അലന് തിയോയോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ക്യാത്തിയെ തിയോ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ഇൻസ്പെക്ടറുമായിട്ട് തിയോ സംസാരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നത് ജീൻ ഫെലിക്സിനെ കുറിച്ചാണ് അയാൾക്ക് സംസാരിക്കാനുള്ളതെന്നാണ്. അപ്പോൾ തിയോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അലീസിയ ലാസ്റ്റ് വരച്ച ഗ്രോവിന് തീ പിടിച്ചിട്ട് തിയോ അലീസിയ എടുത്തോണ്ട് നിൽക്കുന്ന ആ ഒരു പിക്ചർ അത് എക്സിബിഷന് വെക്കാൻ വേണ്ടിയിട്ട് ജീൻ ഫെലിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എലിഫ് സ്ലട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പിക്ചർ എക്സിബിഷന് വെക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്ത സമയത്ത് അതിന്റെ ബാക്കിൽ നിന്നും ജീൻ ഫെലിക്സിന് ഒരു സാധനം കിട്ടി. അപ്പൊ അതെന്താണെന്ന് തിയോ ചോദിക്കുന്ന ടൈമില് ഇൻസ്പെക്ടർ അലൻ അലീസിയയുടെ ഡയറി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ തിയോ ചോദിക്കുന്നുണ്ട് ഇത് എവിടായിരുന്നു എന്ന്. അപ്പൊ അലീസിയ തന്നെ ആ ഒരു പെയിന്റിങ്ങിന്റെ ക്യാൻവാസിന്റെ ബാക്കിൽ അത് ടൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ തിയോ ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം തിയോ വേണ്ടാന്ന് വെച്ച ആ ഒരു പെയിന്റിങ്ങിൽ തന്നെയാണ് അലീസിയ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു പിക്ചർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആ ഡയറി തിയോ അന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻസ്പെക്ടർ അലൻ ആ ഒരു ഡയറി എടുത്തിട്ട് അതിലെ ലാസ്റ്റ് പേജസ് വായിക്കുന്നുണ്ട്. അതായത് തിയോ വായിച്ചിട്ടില്ലാത്ത അലീസിയ ലാസ്റ്റ് എഴുതിയ ആ ഒരു പോർഷനാണ് വായിക്കുന്നത്. ഇൻസ്പെക്ടർ അപ്പോ ആദ്യം വായിക്കുന്ന ലൈൻ, അയാൾക്ക് എന്റെ സംസാരം കേട്ടപ്പോൾ പേടിയായി തുടങ്ങി, അതുകൊണ്ടായിരിക്കും അയാൾ തിരിച്ചു വന്ന് എന്റെ കയ്യിൽ എന്തോ ഇൻജെക്ട് ചെയ്തു. ഈ ഒരു ലൈനാണ് വായിക്കുന്നത്. ഇത് കേൾക്കുന്ന ടൈമിൽ തിയോ ആകെ പാനിക് ആവുന്നുണ്ട്. അതിനുശേഷം തിയോ തന്നെ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട് അത് ആദ്യം തൊട്ട് വായിച്ചു കേൾപ്പിക്കുമെന്ന്. അതിനുശേഷം ഇൻസ്പെക്ടർ ആദ്യം തൊട്ട് വായിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിലെ ആ ഒരു ഫസ്റ്റ് ലൈൻ നമ്മൾ കേട്ട പോലെ തന്നെ, തിയോ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിത് എത്രയും പെട്ടെന്ന് എഴുതി തീർക്കണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അലീസിയ അവസാനമായിട്ട് എഴുതിയ ആ ഒരു പോർഷൻ തിയോയ്ക്ക് ഇൻസ്പെക്ടർ വായിച്ചു കൊടുക്കുന്നതും അത് കേട്ടുകൊണ്ടിരിക്കുന്ന തിയോയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ബുക്ക് തീരുന്നത്. അപ്പോൾ ദ സൈലന്റ് പേഷ്യന്റ് എന്ന് പറയുന്ന ബുക്കിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇത്. ഇത് കുറച്ചധികം ലെങ്തി ആയിപ്പോയി, നിങ്ങൾക്ക് കുറച്ച് ലാഗ് അടിച്ചിട്ടുണ്ടാവാം. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഥ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് വരുമ്പോൾ ഇതിൽ ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ ആ കഥയ്ക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് പിന്നീട് മനസ്സിലാവും. പക്ഷെ എനിക്കത് പറയാതെ ഈ ഒരു സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ആരെങ്കിലും കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം. അപ്പോൾ താങ്ക് യു.